നമസ്കാരം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന് നേട്ടം. 31-ൽ 17 സീറ്റും UDF വിജയിച്ചു. LDFന്റെ 9 വാർഡുകൾ UDF പിടിച്ചെടുത്തപ്പോൾ 4 വാർഡുകൾ LDF പിടിച്ചെടുത്തു. LDFന് നാട്ടിക, കരിമണ്ണൂർ, തച്ചമ്പാറ പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടമായി. BJPക്ക് 3 വാർഡുകൾ ലഭിച്ചു. ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നതിന്റെ ഉദാഹരണമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. ഭരണത്തിന്റെ തണലിൽ റോഡിൽ സ്റ്റേജ് കെട്ടി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള മറുപടി കൂടിയാണോ ജനം നൽകിയതെന്ന ചോദ്യമുണ്ട് രാഷ്ട്രീയ ഉപശാലകളിൽ. സർക്കാരിനെതിരെയുള്ള CPI സംഘടനകളുടെ സമരത്തിൽ 36 മണിക്കൂർ നേരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനം വലഞ്ഞത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ B ജയരാജ്, ഇടത് സഹയാത്രികൻ, ശ്രീ TP ജയചന്ദ്രൻ, BJP നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് നേതാവ് ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി എന്നിവർ വിവിധ സ്റ്റുഡിയോകളിൽ നിന്നായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിപ്പോൾ നടന്നിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയമാണ്, പ്രാദേശിക സാഹചര്യമാണ് മുഖ്യ വിഷയമായി വരിക. നിങ്ങൾ 9 സീറ്റ് പിടിച്ചെടുത്തപ്പോൾ LDFന് 4 സീറ്റ്, UDFന് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തെ സംഖ്യ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ LDFന് കുറവും UDFന് കൂടുതലുമാണ് എന്നുള്ളത് വെച്ച് കേരളമാകെ ഒരു ട്രെൻഡുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമാണ്, പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വികാരമാണ് എന്ന് അനുമാനിക്കുന്നത് ഒരു കടന്ന കൈയല്ലേ? ഒരിക്കലുമല്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് 13 സീറ്റിൽ നിന്നാണ് ഞങ്ങൾ 17 സീറ്റിലേക്ക് പോയിരിക്കുന്നത്. അതേസമയം LDFനെ സംബന്ധിച്ച് 15 സീറ്റിൽ നിന്ന് 11ലേക്ക് കുറയുകയാണ്. അപ്പോൾ 11ഉം ഞങ്ങൾക്ക് ഇപ്പോൾ LDFുമായി 6 സീറ്റിൻ്റെ വ്യത്യാസം പുതുതായി ഉണ്ടാവുകയാണ്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകൾ, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ആദ്യമായിട്ടാകാം ഒരുപക്ഷെ 3 പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഒരു മുന്നണിയിലേക്ക്, അതും പ്രതിപക്ഷത്തിൻ്റെ മുന്നണിയിലേക്ക് ഭരണം തന്നെ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് തൃശ്ശൂരിലെ നാട്ടികയും അതുപോലെ തന്നെ ഇടുക്കിയിലെ കരിമണ്ണൂരും അതുപോലെ തന്നെ പാലക്കാട്ടെ തച്ചമ്പാറയും ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു റിസൾട്ട് ഈ അടുത്ത സമയത്തൊന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ, അത് 2 അസംബ്ലി സെഗ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട്, ആ റിസൾട്ട് UDFന് അനുകൂലമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട വിജയം നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വിജയം സ്വാഭാവികമായി ഭരണവിരുദ്ധ വികാരം കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ വിലക്കയറ്റം മുതൽ താങ്കൾ സൂചിപ്പിച്ച ഏറ്റവും അവസാനം റോഡിൽ സ്റ്റേജ് കെട്ടി യാത്രാ തടസ്സം ഉണ്ടാക്കുന്നത് വരെയുള്ള വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, അതാണ് UDFന്റെ അവലോകനം. ശ്രീ B ജയരാജ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സംസ്ഥാനത്ത് ഒരു ആന്റി LDF സെന്റിമെന്റ് ഉണ്ട് എന്നതിൻ്റെ സൂചനയായി, അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറിയോ ഈ തെരഞ്ഞെടുപ്പ്? നോക്കൂ, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ചേലക്കരയിലെ റിസൾട്ട് വന്നപ്പോൾ പിണറായി 3.0 ലോഡിംഗ് എന്നാണ് പല LDF പ്രൊഫൈലുകളും പ്രവചിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ LDF 28 വർഷമായി ജയിച്ചു വന്നിരുന്ന സീറ്റ്, അതുപോലെ 3 പതിറ്റാണ്ടായി LDF കൈവശം വെച്ചിരുന്ന സീറ്റ് തുടങ്ങിയവയൊക്കെ നഷ്ടമാകുമ്പോൾ കേരളത്തിൽ കാര്യങ്ങൾ LDFനെതിരാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFന് 15 സീറ്റ് ഉണ്ടായിരുന്നു, UDFന് 13 സീറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ 16 സീറ്റായി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മുഴുവൻ സീറ്റുകളും LDF ആണ് പിടിച്ചത്. മുഴുവൻ സീറ്റുകളും. കൊല്ലം ജില്ലയിലാണെങ്കിൽ 2 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഈ പിടിച്ചെടുത്ത പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് നാട്ടികയും തച്ചമ്പാറയും കരിമണ്ണൂരുമാണ്. അവിടെ 5-5 ആണ്. അവിടെ ഒരു 5-5 നിന്നെടുത്ത് ഒരു ഫോർമറായിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജയിച്ചപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ്, അല്ല ഒരാൾ മാറിയതിൻ്റെ പേരിലായിരുന്നല്ലോ അത്. തച്ചമ്പാറയിലും അതുപോലെ തന്നെ 7-7 ആയിരുന്നു. അതിലൊരു സീറ്റിൻ്റെ മാറി മറിയലിനകത്താണ് ഇത് പറ്റിയത്. കരിമണ്ണൂർ ഇത് തന്നെയാണ് സംഭവം നടന്നേക്കുന്നത്. അപ്പോൾ പൊതുവെ എടുത്തു കഴിയുമ്പോൾ 16 സീറ്റ് LDFനും UDFനും, LDFന് 11 സീറ്റും, NDAക്ക് 3 സീറ്റും, അതേഴ്സിന് 1 സീറ്റും, അങ്ങനെയാണ് വരുന്നത്. അതെങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്ന തിരുവനന്തപുരത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. തിരുവനന്തപുരത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും, എല്ലാ സീറ്റുകളും തൂത്തുവാരുകയായിരുന്നു ചെയ്തത്. കൊല്ലത്ത് അതുപോലെ തന്നെ 2 സീറ്റിൻ്റെ എന്തോ മറ്റേ വ്യത്യാസമേ ഉള്ളൂ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ. ഇതൊക്കെ കാണിക്കുന്ന ആൻറ്റി ഇൻകംബൻസി ഇതിനകത്ത് പല, ഇപ്പം ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതുപോലെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ജനപ്രതിനിധിയുമായിട്ടുള്ള ജനങ്ങളുടെ ബന്ധം, പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ എന്തൊക്കെ ചെയ്യുന്നു, അവരുടെ റോഡുകൾ നല്ലതാണോ, കുടിവെള്ളം നല്ലതാണോ, കറണ്ട് കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട്, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നുണ്ടോ, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വിഷയമാണ്. ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒരു ലോക്കൽ തെരഞ്ഞെടുപ്പിലൊക്കെ വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരി, കേരളത്തിലത്തെ ജനത എന്ന് പറയുന്നത് യെസ്, ഓക്കെ. ശ്രീ
ടി പി ഒരൊറ്റ ജയേന്ദ്രൻ കാര്യം മാസ്റ്റർ. കൂടെ അഭിലാഷ്, പറഞ്ഞോളൂ. ഇതിനകത്ത് കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കാണുന്നതും പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ കാണുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും മൂന്ന് രീതിയിലാണ്. 3 രീതിയിലുള്ള വിലയിരുത്താണ് എപ്പോഴും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിനകത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ 100 സീറ്റുകളല്ലേ പിണറായി വിജയൻ ജയിച്ചു വന്നത്, ഈ സർക്കാർ വീണ്ടും തുടർച്ച ഉണ്ടായത്. ഇതൊരു 3 സീറ്റിന്റെ വ്യത്യാസത്തിന് എങ്ങനെയാണ് ആന്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്നത്? ചേലക്കര ജയിച്ചിരുന്നേ പറയാമായിരുന്നു. ആന്റി ഇൻകംബൻസി വർക്കൗട്ടായി. പക്ഷെ അതുപോലും വർക്കൗട്ട് ആയില്ലല്ലോ. പിന്നെ ഇവർ പരമ്പരാഗത സീറ്റുകളല്ലേ നിലനിർത്തിയേക്കുന്നത്. അത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണെങ്കിലും ശരി, തൃക്കാക്കരയാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും. അല്ലാതെ പുതിയതായിട്ട് എന്താണ് ഇവർ പിടിച്ചെടുത്തേക്കുന്നത്? ഒന്നും പിടിച്ചെടുത്തില്ല. പിന്നെ ശരി, അതാണ് പോയിന്റ്. ഓക്കെ, ശ്രീ ടി പി ജയചന്ദ്രൻ, ബി.ജെ.പിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് 3 സീറ്റുകളാണ്, ഇപ്പോഴും 3 സീറ്റുകളാണ്. അതിൽ 1 സീറ്റ് പിടിച്ചെടുത്തു, കയ്യിലുണ്ടായിരുന്ന 1 സീറ്റ് പോയി എന്നുള്ളത് ഒഴിച്ചാൽ സംഖ്യയിൽ മാറ്റമൊന്നുമില്ല. 3 എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ കേരളത്തിൽ ഗെയിം LDF-ഉം UDF-ഉം തമ്മിലാണ്. അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ ഗെയിമിൽ UDF ഒരല്പം മുൻപിലാണ് എന്നുള്ളതല്ലേ നമുക്ക് ഇത് കേരളം മുഴുവനുള്ള ഒരു സാമ്പിൾ സർവേ ആയി കണക്കിലെടുത്താൽ, ഒരു റാൻഡം സാമ്പിളിംഗ് എന്നുള്ള നിലയിൽ ഈ വാർഡുകളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതല്ലേ? നോക്കൂ, നേരത്തെ നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈവശമുണ്ടായിരുന്ന സീറ്റുകളൊക്കെ അവർ നിലനിർത്തി എന്നുള്ളതൊരു പരമാർത്ഥമാണ്. പക്ഷേ പ്രാദേശികമായ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ 6 സീറ്റുകളോളം 15 സീറ്റുകൾ ഉണ്ടായിരുന്ന UDF-ന്റെ കയ്യിൽ 6 സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചപ്പോൾ ഇപ്പം ലഭിക്കുന്ന വാർത്തകൾ വെച്ച് അവർ 9ഓളം സീറ്റുകൾ അവർ ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ നിന്നും പിടിച്ചെടുത്തു. അതിലെനിക്ക് തോന്നുന്നു ഒന്ന് BJP-യുടെ കൈവശമുള്ളതുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റത്തിലേക്ക് കേരളം എത്തിയത്? നമുക്കറിയാം, ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അല്ല ഒരു വോട്ടർ നിയമസഭയിലേക്ക് അനുവർത്തിക്കുക, നിയമസഭയിലേക്കുള്ള പാറ്റേൺ അല്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ളതാകുമ്പോൾ. പക്ഷേ ഇതൊരു കാര്യം വ്യക്തമായി സൂചന നൽകുന്നത്, കഴിഞ്ഞ 6-7 വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൻ്റെ കാര്യത്തിലും അവരെ വീർപ്പുമുട്ടിച്ചുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന, അവർ നേരിട്ട് ഇടപെടുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളത്. അവിടെ വേണ്ട രൂപത്തിൽ ആക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പച്ച പരമാർത്ഥമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം കേരളത്തിൽ അങ്ങനെ നമ്മൾ കരുതുന്ന മാതിരിയുള്ളൊരു സ്വീപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൈകളിലുള്ള നിരവധി സീറ്റുകൾ UDF-ന്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. UDF-ന്റെ കൈകളിലുള്ള സീറ്റുകൾ LDF-ന്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു BJP-യുടെ സീറ്റും UDF-ന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അത്തരം വ്യക്തിപരമായ സ്ഥാനാർത്ഥിയുടെ മികവ്, പ്രാദേശിക വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കേരളത്തിൽ LDF-ലെയും UDF-ലെയും നിന്നൊന്നും മാറി ചാഞ്ചാടുന്നതിന് പകരം BJP ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് നിലനിർത്താനും, അത് ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ട്. 1 സീറ്റ് LDF-ന് കൊടുത്തപ്പോഴും 1 സീറ്റ് UDF-ന് നിർത്തിയെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് എഴുതിത്തള്ളാവുന്നതിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്പേസ് കേരളത്തിൽ ശക്തമാവുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഇത് BJP-ക്ക് നൽകുന്നത്. ശരി, ഓക്കെ, അതാണ് BJP-യുടെ കാൽക്കുലേഷൻ. ഇനി ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, ഇപ്പോൾ താങ്കൾ ഒരു സമര രംഗത്ത് നിന്ന് നേരെ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ആർക്കെതിരെയാണ് സമരം? താങ്കൾ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവാണ്. ആർക്കെതിരെയാണ് സമരം? സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം. എന്തൊക്കെയാണ് സമരത്തിന്റെ വിഷയം? ഒന്ന്, പെൻഷൻ പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കുക, മെഡിസെപ്പ് നല്ല നിലയ്ക്ക് നടത്തുക, സർക്കാർ ഏറ്റെടുക്കുക, DA കുടിശ്ശിക കൊടുത്തു തീർക്കുക, ശമ്പള പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയവയാണ്. അപ്പോൾ ഇടതുപക്ഷ സംഘടനാ നേതാവായ താങ്കൾക്ക് തന്നെ ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ട, ഇടതുപക്ഷത്തെ രണ്ടാമത്തെ പ്രമുഖ ഘടകകക്ഷി നേതാവ് ബിനോയ് വിശ്വത്തിന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട, സമരം ഉദ്ഘാടനം ചെയ്യേണ്ട ഘട്ടത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് അപ്പോൾ എന്തുമാത്രം അമർഷം സർക്കാരിനോട് ഉണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ തന്നെ സമരം ചെയ്യാണ്, പിന്നെ ഇപ്പോൾ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ അല്ല ആ വിഷയത്തെ നമ്മൾ കണ്ടത്. നമ്മൾ ഇടതുപക്ഷ സർക്കാരിനോടുള്ള ചില കാര്യങ്ങളിലെ വിയോജിപ്പ് നമ്മൾ അറിയിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇടതുപക്ഷത്തിനെ എതിർക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇടതുപക്ഷം ഇനിയുടെ വേണ്ട എന്നുള്ള അർത്ഥത്തിലോ അല്ല ആ സമരങ്ങളെ നമ്മൾ കണ്ടത്. പൊതുജനങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ മറ്റൊരു വിഷയം കൂടി ആലോചിക്കണം. പങ്കാളിത്ത പെൻഷൻ, ന്യൂ പെൻഷൻ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് ഇടതുപക്ഷമല്ല നടപ്പിലാക്കിയത്, UDF ആണ് നടപ്പിലാക്കിയത്. അല്ല, നിങ്ങളുടെ സമരം സർക്കാരിനെതിരെയാണ്. അത് സർക്കാരിനെതിരെ നമ്മൾ പറഞ്ഞല്ലോ. ആ സർക്കാർ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെതിരെ മാത്രമല്ല ആ സമരത്തിൽ പഴയ ചരിത്രം ഉൾപ്പെടെ UDF കാണിച്ച ഒരു നെറികേട്, ജീവനക്കാരോട് കാണിച്ച നെറികേടുണ്ട്. അതിനകത്ത് LDF ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനമുണ്ട്. ആ സമീപനം തിരുത്തി മുന്നോട്ട് വരണമെന്ന് പറയുക മാത്രമാണ്. അല്ലാതെ ഇടതുപക്ഷത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമരത്തേക്കല്ല, ഇടതുപക്ഷത്തിനെ എതിർക്കാൻ വേണ്ടിയുള്ള സമരമായി ഈ സമരത്തെ കാണരുത്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്.
കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും എന്നും ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. അതിനകത്തൊരു സംശയമില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവന്ന് ഇത് ഇടതുപക്ഷത്തിനോടൊപ്പം അല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാം കണക്കിൽ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. പിന്നെ ഈ സമരങ്ങളെല്ലാം തന്നെ നമുക്കൊരു സമരം ചെയ്യുക ഒരു അവകാശമാണ്. അതല്ലാതെ അതിനകത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കൽ, ഭരണത്തിനെതിരെ ഒരു സമരമായി മാത്രം ഈ സമരത്തെ വ്യാഖ്യാനിക്കേണ്ടതേ അല്ല. അല്ല, ഇപ്പോൾ നിങ്ങളുടെ സംഘടനയുടെ സമരം മാറ്റിവെക്കൂ. ഇപ്പൊ DA കുടിശ്ശിക കിട്ടാത്ത സർക്കാർ ജീവനക്കാരൻ മെഡിസെപ്പിന്റെ പേരിൽ വർഷാവർഷം പൈസ കൊടുക്കുന്നു, എന്നാൽ പിന്നെ ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടുന്നുമില്ല എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആനുകൂല്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ എന്തിനാണ് സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടത്? അല്ല അതിനകത്ത് നമുക്ക് എപ്പോഴും അറിയണം, ഈ സർക്കാരും നമുക്കറിയാലോ, നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്. രണ്ട് സർക്കാരുകൾ നമ്മുടെ മുന്നിലുണ്ട്. LDF UDF ആണല്ലോ കാലാകാലങ്ങൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDF എടുത്ത നയങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ ഇത്രയും കാലം LDF സ്വീകരിച്ച നയങ്ങൾ എപ്പോഴും സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് വരെ. ഇപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതും നമ്മുടെ സർക്കാരിനോട് ഞങ്ങൾക്ക് DA കിട്ടേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയേണ്ടതും അതിനുവേണ്ടി പ്രതിഷേധം നടത്തേണ്ടതും അതിനുവേണ്ടി പണിമുടക്കം നടത്തേണ്ടതും നമ്മുടെ അവകാശമാണ്. അതല്ലാതെ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാനോ സർക്കാരിനെ തള്ളിപ്പറയാനോ അല്ല. അങ്ങനെ നമ്മളെ ജീവനക്കാർ കണ്ടിട്ടുമില്ല. ഒരിക്കലും ജീവനക്കാർ അത്തരൊരു വിഷയത്തിലേക്കല്ല പോകുന്നത്. അവർക്ക് ജീവനക്കാർക്ക് ഈ ചരിത്രത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഏതാണ് ബെറ്റർ, ഏതാണ് മോശം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പ്. അടുത്ത് വേറെ ഏതെങ്കിലും കാലഘട്ടത്തിൽ UDFന്റെ ഭരണകാലത്ത് അനുഭവിച്ച തിക്താനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എല്ലാം UDFിലേക്ക് പോയി സർക്കാർ ജീവനക്കാരുടെ LDF അല്ല എന്നൊരു ചർച്ച ഉയർത്തിക്കൊണ്ടതിന് ഒരു അർത്ഥവുമില്ല. ചരിത്രം അതല്ല പറയുന്നത്. ശരി, ഇവിടെ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പറയുന്നത് സർക്കാരിനെതിരെ അതിശക്തമായ വികാരമെന്നാണ്. നോക്കൂ, LDF തന്നെ UDFന്റെ എത്ര വാർഡുകൾ പിടിച്ചെടുത്തു എന്ന് നോക്കൂ. ഇപ്പോൾ താങ്കൾ പ്രവർത്തന മണ്ഡലമാക്കിയിരിക്കുന്ന കൊല്ലമാവട്ടെ, ഇപ്പോൾ തിരുവനന്തപുരമാവട്ടെ, തിരുവനന്തപുരത്ത് കൊടുവായൂരിൽ LDFന് 535 വോട്ടും NDAക്ക് 427 വോട്ടും ഉള്ളപ്പോൾ UDFന്റെ കാൻഡിഡേറ്റിന് 145 വോട്ടാണ് കിട്ടിയത് എന്ന വസ്തുത നമ്മുടെ മുമ്പിൽ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പടിഞ്ഞാറെ കല്ലട 5ാം വാർഡ് LDF നിങ്ങളുടെ അടുത്തു നിന്നാണ് പിടിച്ചെടുത്തത്. അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള വാർഡുകൾ വേറെയുമുണ്ട്, നിങ്ങൾ LDFന്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാൻ കേരള പ്രതിഭാസമാണ്. കേരളം ആകെ ഒരു സിംഗിൾ പോയിന്റിൽ ചിന്തിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ കഴിയില്ല. അഭിലാഷ്, ഇപ്പോൾ ജയരാജ് പറഞ്ഞത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതും 39 ലോക്കൽ ബോഡി സെഗ്മെൻറ്റ്സിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 31 സോറി. അപ്പോൾ തുടക്കത്തിൽ LDFന് ഞങ്ങളെക്കാൾ 2 സീറ്റ് നിലവിൽ അധികമുണ്ടായിരുന്ന സെഗ്മെൻറ്റ്സ്, അഥവാ 13 സ്ഥലത്ത് ഞങ്ങൾ വിജയിച്ചിരുന്ന ലോക്കൽ ബോഡി സെഗ്മെൻറ്റ്സും 15 സ്ഥലങ്ങളിൽ LDF വിജയിച്ചിരുന്ന സ്ഥലവും, അതായത് ഞങ്ങളെക്കാൾ 2 സ്ഥലങ്ങളിൽ LDF ആയിരുന്നു മുന്നിൽ. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ LDFന്റെ സ്ഥാനം 11 ഞങ്ങളുടേത് 17 എത്തി. അഥവാ അവർക്ക് നേരത്തെ 2 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 6 സീറ്റിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതായത് വ്യത്യാസം 8 സീറ്റാണ്. 31 സ്ഥലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റിൻ്റെ വ്യത്യാസം മുൻകാലങ്ങളിലേക്കാൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം 25% ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. അത് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണമല്ലോ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഇനി താങ്കൾ ഓരോ സെഗ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കാം. പത്തിയൂർ, ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന അവിടെ ആ 19 വാർഡുള്ള ആ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ആകെപ്പാടെ നിലവിലുള്ളത് 1 സീറ്റാണ്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി CPMന്റെ കൈവശമുള്ള പത്തിയൂരിലെ ആ വാർഡിലാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. അതെന്തേ താങ്കൾ കാണാതെ പോയി? അവിടെയാണ് ബിബിൻ സി ബാബു ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് പോയി എന്ന് അവകാശപ്പെടുന്ന പ്രദേശം. ബിബിൻ സി ബാബുവിൻ്റെ അമ്മ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി, BJPയുടെ വോട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളൊക്കെ ഞങ്ങൾക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന റിസൾട്ട് കൂടിയാണ് പത്തിയൂരിൽ വന്നിരിക്കുന്നത്. കാരണം പത്തിയൂരിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഇപ്പോൾ സംസ്ഥാനത്ത് CPMൽ നിന്ന് BJPയിലേക്ക് ഒരു നേതാവ് പോവുകയും തുടർന്ന് അവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അവിടെ മന്ത്രി സജി ചെറിയാൻ നേരിട്ടാണ് ഇലക്ഷൻ നിയന്ത്രിച്ചത്. അവിടെ CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ, കായംകുളം MLA ഉൾപ്പെടെയുള്ളവർ വീടാന്തരം കയറിയിറങ്ങിയിട്ടുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിരന്തരമായി തമ്പടിച്ച് പ്രവർത്തിച്ച സ്ഥലമാണ്. അപ്പോൾ ഒരു പ്രസ്റ്റീജ് മത്സരമായി തന്നെ CPM കണക്കാക്കിയ ഒരു മന്ത്രി തന്നെ നേരിട്ട് നിയന്ത്രണത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത് നമ്മളെ മുന്നിൽ ബോധ്യപ്പെടുത്തി തരുന്നത്? അപ്പോൾ വസ്തുതകളായി തന്നെ കാണാം. ഇനി ലോക്കൽ ഓരോ പാറ്റേൺ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇനി ഇവിടെ CPIയുടെ പ്രതിനിധി, CPIയുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിനിധി, ജോയിൻറ്റ് കൗൺസിലിൻ്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് മെഡിസെപ്പിനെ കുറിച്ചും അവരുടെ സമരത്തിന് ആധാരമായ പ്രധാന വിഷയങ്ങൾ ഒന്ന് മെഡിസെപ്പും
മറ്റൊന്ന് കോൺട്രിബ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുന്ന മാറ്റിയിട്ട് പിന്നെ എന്താ പറയുന്നത് പങ്കാളിത്ത പെൻഷൻ മാറ്റിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാനും ചോദിക്കട്ടെ സഖാവേ, 2016 പ്രകടന പത്രികയിൽ LDF പറഞ്ഞിരുന്നതല്ലേ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുമെന്ന്? ആ 5 വർഷം കഴിഞ്ഞില്ലല്ലോ. ആ 5 വർഷവും കഴിഞ്ഞപ്പോൾ 4 വർഷം കൂടി കഴിഞ്ഞില്ലേ? 9 വർഷമായിട്ടും അത് കൊണ്ടുവരാൻ കഴിയാത്തത് UDF-ന്റെ പാകപ്പിഴയാണോ? നിങ്ങൾ 2 പ്രാവശ്യം LDF നോട്ട് ചെയ്തില്ലേ? LDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നില്ലേ? എന്തുകൊണ്ടാണ് തോമസ് ഐസക്കും ഇപ്പോൾ KN ബാലഗോപാലിനും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാറ്റിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ പോയത്? ഞങ്ങളുടെ മിസ്റ്റേക്കാണോ? നിങ്ങൾ എന്തിനാ UDF-നെ കുറ്റപ്പെടുത്തുന്നത്? ശരിയാണ്, ഞങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, സമ്മതിക്കുന്നു. നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഈ ജീവനക്കാരെ കബളിപ്പിച്ചുകൊണ്ട് 2 തെരഞ്ഞെടുപ്പിലും അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യിച്ചത്? എന്തേ CPI-യുടെ 4 മന്ത്രിമാരുണ്ടല്ലോ, എന്തേ ഒരു അക്ഷരം മിണ്ടുന്നില്ല ക്യാബിനറ്റിൽ ഉൾപ്പെടെ? എന്തേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നില്ല? അവരെ കൊണ്ട് അത് കഴിയില്ല, അത് വേറെ വിഷയം. ഞാനത് വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നുമല്ല. മറ്റൊന്ന് താങ്കൾ പറയുന്നു മെഡിസെപ്പ് എന്നാ വന്നത്? മെഡിസെപ്പിന്റെ അപാകതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ ജീവനക്കാർക്കും പരാതിയുണ്ടല്ലോ. എന്തേ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല? അത് UDF-ന്റെ മിസ്റ്റേക്കാ? മെഡിസെപ്പ് എന്നാ പ്രാബല്യത്തിൽ വന്നത്? ഞാൻ മനസ്സിലാക്കിയത്തോളം 2022 തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. 2022 മെഡിസെപ്പ് സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നത്. എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ജീവനക്കാരെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് UDF-നെ കൂടെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ഭരണപരാജയങ്ങൾ അതിനെതിരായി നിങ്ങൾ സമരം നടത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായി ആ ചർച്ച അഭിലാഷ് കൊണ്ടുവന്നത് റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന സമരത്തെക്കുറിച്ച് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ CPI-യെ സംബന്ധിച്ച് 4 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജോയിന്റ് കൗൺസിലിൻ്റെ നേതാക്കന്മാർ 4 പേർ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു ക്യാബിനറ്റിൽ ഇത്തരത്തിൽ ജീവനക്കാർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ എന്താണ് CPI-യുടെ മന്ത്രിമാർ ആ ക്യാബിനറ്റിൽ എടുത്തുള്ള നിലപാട്? ഞാൻ പറഞ്ഞു തോട്ടെ. മറ്റൊന്ന്, ഈ റോഡ് കെട്ടിയുള്ള സമരത്തെ സംബന്ധിച്ച് 2021 ഹൈക്കോടതിയാണല്ലോ ഈ റോഡ് കെട്ടി സമരം നടത്തുന്നത്, അല്ലെങ്കിൽ റോഡിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടല്ലേ പൊതുനിരത്തിൽ സമരം നടത്തുന്നതിന് അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടത്തുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. അന്നൊരു മാനദണ്ഡം ഉണ്ടാക്കിയിരുന്നല്ലോ ഹൈക്കോടതി. അതിനെതിരായി LDF ഉൾപ്പെടെ CPM ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സുപ്രീം കോടതിയിൽ വരെ പോയല്ലോ. സുപ്രീം കോടതി അത് തള്ളിയിരുന്നല്ലോ. അതിനുശേഷവും ഭരണത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് CPM-ഉം CPI-യും ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടെ അഭിലാഷ്. എനിക്ക് സമയം തന്നില്ലെങ്കിൽ വേണ്ടില്ല. ഞാൻ ഇന്നലെ രാത്രി 8 മണി കഴിയുമ്പോൾ സെക്രട്ടറിന് മുമ്പിലൂടെ പോയ ആളാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. അത്രയും രാത്രിയിൽ പോലും റോഡിന്റെ ഒരു ഭാഗം കെട്ടിയടച്ചുകൊണ്ട് അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സമരം നടക്കുന്നത്. ഇനി വഞ്ചൂരെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഞാനിപ്പോൾ നമ്മളിരിക്കുന്ന ഈ മാതൃഭൂമിയുടെ ഓഫീസിന് ഒരു വെളിപ്പാടാകലാണല്ലോ. വഞ്ചൂരിൽ ഒരു റോഡിൻ്റെ ഒരു ഭാഗം കെട്ടിയടച്ച് ഏരിയ സമ്മേളനം നടത്തി, പാളയം ഏരിയ സമ്മേളനം. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിൻ്റെ ആ കെട്ടിയടച്ച ഭാഗത്തെ 2 ഗേറ്റുകൾ, തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെയും ഗേറ്റുകൾ ആരുടെയൊക്കെയാണ്? ഒന്ന് വഞ്ചൂർ കോടതിയുടേത്, താങ്കൾ നിഷേധിക്കാമോ? അപ്പുറത്തെ ഭാഗത്ത് പോയാൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ്റേത്. ഈ 2 സ്ഥാപനങ്ങളുമല്ലേ ഇതുമായി ബന്ധപ്പെട്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ? എന്നിട്ട് ഈ പറയുന്ന പോലീസോ അല്ലെങ്കിൽ ഈ കോടതിയിലെ ഒരു വക്കീൽ എഴുതി കൊടുത്തോ, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ ഞാൻ കോടതി കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഇടപെടേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പിന്നെ തയ്യാറായില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. അങ്ങ് എറണാകുളം ജില്ലയിലെ മരടിലോ മറ്റോ ഉള്ള ഒരു പ്രകാശൻ ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അന്ന് ഓരോ സാധാരണക്കാരും തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടറിന് മുന്നിൽ ഒരു പ്രകടനം നടന്നാൽ നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ സെക്രട്ടറിന് മുന്നിലൂടെ പോകേണ്ട വാഹനങ്ങളെല്ലാം വഴിതിരിച്ചു വിടുമ്പോൾ സ്വാഭാവികമായി ഇടറോഡുകളിലെല്ലാം ഗതാഗത തടസ്സമുണ്ടാകും. സമയത്ത് ഓഫീസിൽ പോകേണ്ടവർക്ക്, സമയത്ത് സ്കൂളിൽ പോകേണ്ടവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴാണ് വഞ്ചൂർ പരമപ്രധാനമായ ഒരു സ്ഥലത്ത് കോടതിയുടെയും ഒരു ഭാഗത്ത് കോടതിയും മറു ഭാഗത്ത് പോലീസ് സ്റ്റേഷനും ഉണ്ടായിരിക്കെ അതിനിടയ്ക്കുള്ള റോഡ് തന്നെ കെട്ടിയടച്ചുകൊണ്ട് ഇത്തരത്തിൽ സമരം നടത്തിയതെന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്തൊക്കെ ഗോഗോവിളിയായിരുന്നു ആ സമ്മേളനത്തിൽ. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനല്ലേ. അദ്ദേഹം ആ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം അതിനെ ന്യായീകരിക്കായിരുന്നില്ലേ? ഏരിയ സെക്രട്ടറി അതിനെ ന്യായീകരിക്കായിരുന്നില്ലേ? ഇന്നിപ്പോൾ കോടതി ചെവിക്ക് പിടിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തപ്പെടേണ്ടി വന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായും അത് വിശദമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് 2ാം ഭാഗത്തിൽ. അതിനു മുൻപ് ശ്രീ ജയരാജ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസാരം ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ നോക്കൂ. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ വന്നിട്ടുള്ള വോട്ട് വ്യത്യാസം വളരെ പ്രധാനമാണ്. ഇവിടെ സൂചിപ്പിച്ച ആലപ്പുഴയിലെ പത്തിയൂരിൻ്റെ ഉദാഹരണം നമുക്കറിയാം. CPM-ന്റെ സിറ്റിംഗ് സീറ്റ് 99 വോട്ടുകൾക്കാണ് അവിടെ UDF പിടിച്ചെടുക്കുന്നത്.
നമ്മൾ കാണേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നിർണായകമായ പ്രകടനം നടത്തേണ്ട ചില ജില്ലകളുണ്ട്. അതിലൊന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നാട്ടികയിലും കുന്നംകുളത്തും രണ്ടിടത്തും UDFന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു, ജയിക്കാൻ കഴിയുന്നു. അതായത് തൃശ്ശൂരിൽ കോൺഗ്രസ് തിരികെ വരികയാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമ്പൂർണ്ണമായി ഒരൊറ്റ സീറ്റിലേക്ക് ഒതുക്കപ്പെട്ട കോൺഗ്രസ് തിരികെ വരുന്നതിന്റെ സൂചന തൃശ്ശൂരിൽ നൽകുന്നു. 2 പത്തനംതിട്ടയിലെ അരുവാപ്പുലത്തെ ഒരു വാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം LDF തോറ്റിരിക്കുന്നു. പത്തനംതിട്ടയിലെ 5ഉം കഴിഞ്ഞ തവണ കൈമോശം വന്നതാണ് ഓർക്കണം. അതായത് UDF അതിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ, കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നു എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വായിച്ചെടുത്തൂടെ? അങ്ങനെ വായിച്ചെടുക്കുന്നത് കുറച്ച് എന്താണ് അതിന് പറയുന്നത്, ഒരു കുറച്ച് അധികമായി പോകും. അങ്ങനെ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വായിച്ചെടുക്കാൻ പറ്റില്ല. കാര്യം ഒരു മൊത്തത്തിലൊരു റിസൾട്ട് എടുത്തിട്ട് നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ പത്തിയൂർ എല്ലാവർക്കും അറിയാവുന്ന പോലെ പത്തിയൂർ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, പാർട്ടിക്കകത്ത് വിഷയങ്ങളുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് പല പ്രധാനപ്പെട്ട ആളുകൾ മാറി. അതുകൊണ്ടാണ് പത്തിയൂർ അങ്ങനെ സംഭവിച്ചത്. അതാണ് പത്തിയൂരിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇപ്പൊ കണ്ണൂർ വിഷയങ്ങൾ നടക്കുന്നില്ല, കോൺഗ്രസിനകത്ത് വിഷയങ്ങൾ നടക്കുന്നില്ല. പ്രധാനപ്പെട്ട ആളാണോ രാഘവനെതിരെയുള്ളത് അവിടെ ആളല്ല എന്നാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, ഒന്ന് പോയി തന്നല്ലോ എന്ന് പറഞ്ഞ് ലഡു വിതരണം ചെയ്യുന്ന CPM പ്രവർത്തകരെയാണ് നമ്മൾ അവിടെ കണ്ടത്. പോയി, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇതുവരെ പ്രധാനപ്പെട്ട ആളാണെന്ന് ഇപ്പൊ താങ്കൾ പറയാണ്. അല്ല, പ്രധാനപ്പെട്ട ആളെന്നല്ല ഞാൻ പറഞ്ഞത്. പത്തിയൂർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഭാഗീയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ പുറത്തായതുകൊണ്ടൊന്നും അല്ല അവിടെ ഈ ഇലക്ഷൻ ഉണ്ടായത്. അതിന് മുമ്പേ തന്നെ പത്തിയൂർ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സമ്മേളന കാലയളവിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു, സമ്മേളനത്തിന് ശേഷം ആ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് എൻകാഷ് ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അത് ആന്റി ഇൻകംബൻസി ആയിട്ടോ അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് ജയിക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ടൊക്കെ വായിച്ചെടുക്കുന്നത് എന്തൊരു കണക്കൂട്ടലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സർവേ ഞാൻ ആദ്യമായിട്ടാണ്, അങ്ങനെ ഒരു അനുമാനം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും നാൾ പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ നടത്തിയിട്ട് എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഒരു ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വെച്ചിട്ട് തിരിച്ചു വരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ അതിനകത്ത്? ഈ 16, 11 എന്ന് പറഞ്ഞ വെച്ചിട്ട് കേരളത്തിനെ വിലയിരുത്താൻ പറ്റുമോ? പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒറ്റ വാചകം താങ്കൾ അനുവദിക്കുമെങ്കിൽ അവിടെ CPM-ന്റെ ഉന്നതരായ നേതാവ്, നിങ്ങളുടെ ഉന്നതനല്ലെങ്കിലും അദ്ദേഹം DYFI-യുടെ ഒക്കെ നേതാവായിരുന്നു, സെൻട്രൽ മെമ്പറായിരുന്നു, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. ഏതായാലും അദ്ദേഹം BJP-യിലേക്ക് പോയി. CPM-ൽ നിന്ന് ഒരു വിഭാഗം BJP-യിലേക്ക് പോയപ്പോൾ CPM-ന്റെയും BJP-യുടെയും വോട്ട് കുറഞ്ഞു, പക്ഷേ കോൺഗ്രസിന്റെ വോട്ട് കൂടി. അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് മാത്രമല്ല അവിടെ പ്രാദേശികമായ ചില ജാതി ഇക്വേഷൻസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് സൂക്ഷ്മമായിട്ട് പത്തിയൂർ കാല എന്ന് പറയുന്ന സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും അവിടെ എൻ്റെ ധാരാളം ബന്ധുക്കൾ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ടും അവിടെ കുറേ ജാതി സമവാക്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അത് ഇപ്പോഴല്ല, പാർട്ടി അറിയുന്നതിന് മുമ്പിൽ എനിക്ക് തന്നെ എൻ്റെ കുടുംബങ്ങളിലുള്ള പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും പല ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും ഈ ഒരു ട്രെൻഡ് അവിടുത്തെ ഉത്സവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ചേരിതിരിവുള്ളതായിട്ട് ഞാൻ നേരത്തെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പത്തിയൂരിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് പത്തിയൂരിൽ നിന്ന് കയറി ഭഗവതിപ്പടി വരെ വരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ഷേത്ര നഗരിയാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കുടുംബ വഴക്കുകൾ, ചില കുടുംബ സമിതികൾ, ഇവർ തമ്മിലുള്ള തർക്ക വിതർക്കങ്ങൾ, ഇതിനകത്ത് ആളുകൾ എടുക്കുന്ന സ്റ്റാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന് അനുകൂലമായ ആളുകൾ വോട്ട് ചെയ്തതെന്നൊന്നും ആ ഒരു വിഷയത്തിന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയില്ല. അത് വേറെ ഒരു വിഷയമാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ഒരു ചർച്ച തന്നെ നടത്താൻ പറ്റുന്ന ഒരു വിഷയമാണ് അവിടെ നടന്ന പ്രതിഭാസം എന്താണെന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ഇന്നത്തെ ഈ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 8 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് UDFന് 16, LDFന് 11, NDA 3, അതേഴ്സ് 1. ഈ ഒരു കണക്കാണ് കാണിക്കുന്നത്. ഈ ഒരു കണക്കിനകത്ത് 5 സീറ്റാണ് ആകെപ്പാടെ നഷ്ടപ്പെട്ടു പോയത്. ഈ 5 സീറ്റിൽ 1 സീറ്റാണ് UDFന് കൂടിയിട്ടുള്ളത്. അതിനകത്ത് എങ്ങനെയാണ് ഈ 16 സീറ്റ് എങ്ങനെയാണ് ഈ ഇത്രയും പിടിച്ചെടുത്തതെന്നൊക്കെ പറയുന്നത്? എങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റും? ഈ കണക്കുകളൊന്നും ഇതുമായിട്ട് ഒത്തുചേർന്ന് വരുന്നില്ലല്ലോ. അവകാശവാദം കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. കണക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റ് ഉണ്ടായിരുന്നു സഖാവേ? 17. കഴിഞ്ഞ പ്രാവശ്യം LDFന് 15, UDFന് 13. അതെ, ഇപ്പൊ എത്രയുണ്ട്? UDFന് 17, നിങ്ങൾക്ക് 11. ഇപ്പൊ 17, ഞങ്ങൾക്ക് 11 ആണല്ലോ. അപ്പൊ എത്ര? 2 സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ, ഞാൻ ചോദിച്ചത് 13-ൽ നിന്ന് നിങ്ങളുടെ സീറ്റ് 11-ലേക്ക് എത്തി, ഞങ്ങളുടെ സീറ്റ് 15-ൽ നിന്നും 17-ലേക്ക് എത്തി. എത്രയാ വ്യത്യാസം?
എത്രയാ വ്യത്യാസം? തിരിച്ചാണ് പോയിരിക്കുന്നത്. ഈ 2 സീറ്റിന്റെ വ്യത്യാസമാണ് ഈ പറയുന്നത്. എന്ത് 2 സീറ്റിന്റെ വ്യത്യാസം? എങ്ങോട്ടാ പോയത്? അതായത് നിങ്ങളുടെ സീറ്റ് 13-ൽ നിന്നും 11-ലേക്ക് പോയി. നിങ്ങളുടെ സീറ്റ് 15-ൽ നിന്നും 11-ലേക്ക് എത്തി. ഞങ്ങളുടെ സീറ്റ് 13-ൽ നിന്നും 17-ലേക്ക് എത്തി. എത്രയാ വ്യത്യാസം? 4-8 സീറ്റിന്റെ വ്യത്യാസം വന്നോ? അതല്ലോ ആണല്ലോ. 4 സീറ്റ് നിങ്ങൾക്ക് കുറയുകയും 4 സീറ്റ് ഞങ്ങൾക്ക് കൂടുകയും ചെയ്തു. 4 സീറ്റ് ഞങ്ങൾക്ക് കൂടുകയും. അങ്ങനെയാണല്ലോ, ഒരു വോട്ടിൽ പോയി കഴിഞ്ഞാൽ വായിച്ചെടുക്കാൻ പറ്റും. ആ ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. LDF എതിരാകുമ്പോൾ ലോജിക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും ലോജിക്കലായിട്ട് പറയൂ. അല്ല പറയൂ താങ്കൾ. ഞാൻ കണക്കൊച്ചല്ലേ സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ 13 സീറ്റ് ഉണ്ടായിരുന്ന സീറ്റ് ഞങ്ങൾക്ക് 17 കൂടി. ഞങ്ങൾക്ക് 4 കൂടിയല്ലോ. ഞങ്ങൾക്ക് 4 കൂടണമെങ്കിൽ നിങ്ങളുടെ കുറയണമല്ലോ. കുറഞ്ഞില്ലേ? നിങ്ങളുടെ 4 കുറയുകയും ചെയ്തല്ലോ. കുറഞ്ഞു. അപ്പൊ എത്ര സീറ്റ് അങ്ങോട്ട് മാറി? 4 സീറ്റ് തന്നെയല്ലേ പറയുന്നത്. അതെ, സമ്മതിച്ചല്ലോ. അത് 31-ലാണ് ആ ഡിഫറൻസ് വന്നിട്ടുള്ളത്. താങ്കൾ മറക്കരുത്. 31 സീറ്റുകളിലാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. തർക്കമുണ്ടോ? എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും താങ്കൾക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ജയരാജ് മനസ്സിലായില്ല. ജയരാജിന് മനസ്സിലായിട്ടൊന്നും അദ്ദേഹം പറയട്ടെ. കണക്ക് 13-ൽ 17, 15-ൽ 11, 4 സീറ്റിന്റെ വ്യത്യാസമുണ്ട്. ഉണ്ടല്ലോ. 4 സീറ്റിന്റെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. 4 സീറ്റ് വ്യത്യാസമുണ്ട്. LDF-നേക്കാൾ ഞങ്ങൾക്ക് ഇപ്പൊ 4 സീറ്റ് കൂടിയിട്ടുണ്ടല്ലോ. പ്രാദേശികമായ അത് പറഞ്ഞല്ലോ. LDF-നേക്കാൾ ഞങ്ങൾക്ക് 4 സീറ്റ് കൂടിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് നേരത്തെ 2 സീറ്റ് അധികം ഉണ്ടായിരുന്നല്ലോ. അത് സംബന്ധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചത് അല്ല, ജോയിന്റ് കൗൺസിലിന്റെ നേതാവിന് മനസ്സിലാകാത്ത ചോദ്യം. എനിക്ക് മനസ്സിലായില്ല. കണക്ക് കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. 8 സീറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അത് ചോദിച്ചത്. ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിലും കിട്ടി, ഓരോ സെഗ്മെന്റിലും വന്നിട്ടുള്ള സീറ്റുകളുടെ റിസൾട്ട് എടുത്ത് താങ്കൾ ഇലക്ഷൻ കമ്മീഷന്റെ റിസൾട്ട് എടുത്ത് നോക്കൂ. താങ്കൾക്ക് അത് ബോധ്യപ്പെടും. അവൈലബിൾ ആയിട്ടുണ്ട്. അതേ ഉൾപ്പെടെ UDF-ന്റേതാണ്. ശരി, കൂടാത്തതുകൊണ്ടാണ് 16, 17. ശരി. ശ്രീ TP ജയചന്ദ്രൻ, ഇവിടെ നോക്കൂ. BJP-യെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് ഇപ്പോൾ ബിപിൻ സി ബാബുവിനെ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് പോയി സ്വീകരിക്കുന്നു, ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു. അവിടെ കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയത്രയും വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ 10-20 വോട്ട് അവിടെ കുറയുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇത്രയും കാലം ഞങ്ങൾ വളരുന്ന പാർട്ടിയാണ്, കൂടുതൽ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു അവകാശവാദം. അതിന് ഘടകവിരുദ്ധമായി സംഭവിക്കുന്നു എന്നുള്ളത് കാണണം. പിന്നെ നമ്മൾ ഈ വോട്ടിംഗ് പാറ്റേൺ പലയിടങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ ആശാവഹമായി, അതായത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ബോധ്യമാവുന്നുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അങ്ങനെ സംഭവിക്കുക? കേരളത്തിൽ 3ാം ശക്തിയായി BJP വളരെ ശക്തി പ്രാപിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. പക്ഷേ കേരളം ഇപ്പോഴും LDF-നും UDF-നും ഇടയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LDF അല്ലെങ്കിൽ UDF എന്നുള്ള നിലയിലാണ് ജനങ്ങളുടെ ചിന്ത എന്ന് വ്യക്തമാവുകയല്ലേ? കേവല അവകാശവാദങ്ങളല്ലല്ലോ. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിൻ്റേതായ പ്രകടിതമായ മാറ്റം നമ്മൾ ദർശിച്ചു. പക്ഷേ ഇപ്പോൾ കേരളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നോക്കൂ, സ്വാഭാവികമായിട്ടും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, നിഷേധിച്ചാലും ഇല്ലെങ്കിലും. പക്ഷേ അതിന് ഗുണഭോക്താക്കളായി മാറേണ്ടത് ആര് എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനത ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഡിലമ എന്ന് പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് അഭിലാഷേ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയത്. ഒരർത്ഥത്തിൽ ഒരു ഏകപക്ഷീയമായ UDF-ന് അനുകൂലമായ മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ 15 സീറ്റുകൾ അവർ പൂർണ്ണമായും നിലനിർത്തുകയും 15ഓടൊപ്പം 2 കൂട്ടിച്ചേർക്കുകയും അല്ല ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് എൻ്റെ ഓർമ്മ, ഞാൻ പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഏതാണ്ട് 6-7 സീറ്റുകളാണ് അവർക്ക് നിലനിർത്താൻ സാധിച്ചതെന്ന് പറയുമ്പോൾ ബാക്കി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മറിച്ച് അതിൻ്റെ കൂടെ അവർക്ക് ഇടതുപക്ഷത്തിന് കയ്യിലുണ്ടായ കുറേ സീറ്റുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഭരണമാറ്റം സംഭവിക്കണം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും? പ്രധാന പ്രതിപക്ഷമായിരിക്കും. അതുകൊണ്ട് ചില മണ്ഡലങ്ങൾ നോക്കൂ, നമ്മൾ 3 മണ്ഡലങ്ങൾ പിടിച്ചെടുത്തതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ നെക്കിട്ടുനക്കായിരുന്നു, ഏതാണ്ട് ഈക്വൽ ആയിരുന്നു, അല്ലെങ്കിൽ ഒന്നിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ കക്ഷിക്ക് ഒരു പാഠം പഠിപ്പിക്കണം, അവർക്കൊരു ചുട്ടു കൊടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്തു? BJP-ക്ക് കൊടുക്കുന്നതിനേക്കാളും അവിടെ ഗുണപ്രദമായിട്ട് അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം, അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയല്ലേ? ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഇപ്പോൾ ആരാണോ മുഖ്യ പ്രതിപക്ഷം അവർക്ക് അനുകൂലമായിരിക്കും ജനവിധി എന്നാണ് എങ്കിൽ അടുത്ത തവണ UDF മിന്നുന്ന വിജയം നേടി കേരളത്തിൽ അധികാരത്തിലെത്താൻ പോവുകയാണെന്നാണ് താങ്കൾ പറയുന്നത്.
അല്ല, ഞാൻ അത് തന്നെ ഈ ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ലോക്സഭാ ഇലക്ഷന്റെ പാറ്റേൺ അല്ല നിയമസഭയിൽ. നോക്കൂ, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ലോക്സഭാ പാറ്റേൺ വന്നപ്പോൾ നമ്മളൊക്കെ സമാധാനിച്ചു. കാരണം അവിടെയൊക്കെ ഉണ്ടാവുന്നത് മറ്റൊരു വികാരം. പക്ഷെ ഉണ്ടായത് എന്താണ്? ഇപ്പോഴും ആ യാഥാർത്ഥ്യവുമായി ഇണങ്ങിച്ചേരാൻ കഴിയാത്ത കേരളത്തിലെ നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പോയപ്പോൾ അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല നിയമസഭയിൽ ഉണ്ടാവുക. പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഞാൻ ആ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞ വാദമുണ്ടല്ലോ, അതായത് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താവ് ആരാണോ മുഖ്യ പ്രതിപക്ഷം അവരായിരിക്കും. ഇത് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് സ്വാഭാവികമായും UDF ആയിരിക്കുമല്ലോ. അല്ല അഭിലാഷേ, ഞാൻ ആ കാര്യം വളരെ വ്യക്തവും ശക്തവുമായിട്ട് പറയുന്നതിന് വേണ്ടിയാണ് തുടക്കത്തിൽ നിങ്ങളുടെ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, അയോധ്യ സംഭവം ഉണ്ടായി. മുന്നണി പോരാളി BJP ആയിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് എന്തായിരുന്നു ആഗ്രഹിച്ചത്? കേരളത്തിലെ ഈ ഭരണത്തിന് അന്ത്യം കുറിക്കണം. അപ്പോൾ അവർ ആലോചിച്ചു, അത് BJP കൊടുക്കുന്നതായിരിക്കില്ല ഗുണം, അത് UDF കൊടുക്കുന്നതായിരിക്കും. അതുമാതിരി ഈ ടൈറ്റായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ അവർ ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ നോക്കൂ, നമ്മൾ ആലപ്പുഴയെക്കുറിച്ച് പറയുന്നു. എത്രമാത്രം ശക്തമാണ് ജനങ്ങൾക്ക് അവരുടെ ഭരണത്തോടുള്ള വിയോജിപ്പ് എന്നതിൻ്റെ ഒരു പ്രകടിത രൂപമല്ലേ? ഒരുപക്ഷെ 35 കൊല്ലം എടുത്ത ബംഗാളിൽ അത്രയും ആക്കം ഉണ്ടാവില്ല, അത്ര സ്പീഡ് മതിയാവില്ല, അല്ലെങ്കിൽ അത്ര വേണ്ടി വരില്ല. കേരളത്തിൽ തന്നെ സൂചനയാണ്. ഒരു കാര്യം ശരിയാണ്, BJP സംബന്ധിച്ചിടത്തോളം മുഖ്യ പ്രതിപക്ഷമായി വരേണ്ടതുണ്ട്, കൂടി ശക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ വിയോജിപ്പൊന്നും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിച്ചത് അവർക്കൊരു ക്വിക്ക് റിസൾട്ട് അവർക്ക് വേണം. അതുകൊണ്ട് പ്രധാന കക്ഷി എന്ന നിലയിൽ ചിലയിടങ്ങളിൽ അവർ പ്രതിപക്ഷം എടുത്തു. പക്ഷേ അത് അനുകൂലമല്ലാത്ത നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞത്. UDF കയ്യിൽ നിന്നും BJP സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നൽകുന്ന സൂചന എന്താണ്? അപ്പോൾ അവരെ മാത്രമായിട്ട് ജനം തീരുമാനിച്ചിട്ടില്ല. അവർക്ക് എവിടെയൊക്കെ അപ്രീതി ഉണ്ടായോ അവരതിന് അത് പ്രധാന പ്രതിപക്ഷ ഗുണഭോക്താവായി പോയി എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ശരി, ഓക്കെ, അതാണ് താങ്കളുടെ പോയിന്റ്. പക്ഷെ ആലപ്പുഴയിൽ ആകെ ഒരേ തരത്തിലുള്ള ജനവിധിയാണെന്ന് വിചാരിക്കേണ്ട. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നടന്ന അവിടെ LDF വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത്. 2000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ജില്ലകളിൽ എല്ലായിടത്തും ഒരേ പാറ്റേണോ ഒരേ തരത്തിലുള്ള സാഹചര്യമോ ഇല്ല. ഓരോ ഡിവിഷൻ കേന്ദ്രീകരിച്ചെങ്കിൽ ഓരോ വാർഡ് കേന്ദ്രീകരിച്ചുള്ള ഫലമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അതിനപ്പുറത്ത് ഒരു ജനറൽ പാറ്റേൺ എന്നുള്ളത് ഈ കാര്യത്തിൽ ദൃശ്യമല്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. അതിൽ ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ, താങ്കൾ ആണ് മുഖ്യമായി ഉത്തരം പറയേണ്ടത്. നോക്കൂ, കഴിഞ്ഞ 36 മണിക്കൂറായി, 1-2 മണിക്കൂറല്ല, കഴിഞ്ഞ 36 മണിക്കൂറായി തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ സെക്രട്ടേറിയറ്റിന് മുൻപിലെ MG റോഡിന്റെ ഒരു ഭാഗം മുഴുവൻ നിങ്ങൾ തടഞ്ഞ് സമരം ചെയ്യുകയായിരുന്നു. പോലീസിനെ സംബന്ധിച്ച് വാഹനങ്ങൾ ഒരു ദിശയിലൂടെ അല്ലെങ്കിൽ ഒരു റോഡിലൂടെ കഷ്ടിച്ച് കടത്തിവിടേണ്ട സാഹചര്യം പോലും പല ഘട്ടങ്ങളിലും ഉണ്ടായി. നിങ്ങൾ ഭരിക്കുന്ന ഒരു മുന്നണി കൂടിയാണ്. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഈ റോഡ് കെട്ടി അടച്ച് നടത്തുന്ന സമരത്തെക്കുറിച്ച് കേരളത്തിലെ ഹൈക്കോടതി നിശ്ചിതമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടും ഇങ്ങനെ ജനങ്ങളെ വലച്ചുകൊണ്ടേ സമരം ചെയ്യുമെന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ്? എനിക്ക് 2-3 പോയിന്റ്. ആദ്യത്തെ ചർച്ചയുടെ ഭാഗമായി ശ്രീ ജ്യോതികുമാർ പറഞ്ഞ 1-2 പോയിന്റുകളുടെ ഉണ്ടല്ലോ. അത് CPM-ഉം CPI-യും വകുപ്പിലിരിക്കുമ്പോൾ CPI മന്ത്രിമാരും ശ്രമിച്ചാൽ പോരെ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളതാണ്. ഞങ്ങളെങ്ങനെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ CPM-നെതിരെയോ ഉള്ളൊരു സമരമല്ല. ഇത് LDF ഒരു നയം നടപ്പിലാക്കണമെന്നുള്ള ഒരാവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF നടപ്പിലാക്കിയ നയം ചരിത്രം ഇല്ലാതാകുകയില്ല. UDF ആണ് ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയെന്ന് ജീവനക്കാർക്കാരും ആരും മറക്കുകയില്ല. അപ്പോൾ അത് ഒരു വിഷയം. രണ്ടാമത് മെഡിസപ്പ് കൊണ്ടുവന്നത്, ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നത് LDF ആണ്. ആ LDF കൊണ്ടുവന്നതിനകത്തുള്ള പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ LDF കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചത്. ആ 2 വിഷയത്തിനകത്ത് നമുക്കുള്ള തർക്കം അവിടെ അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ വിഷയം ഇപ്പോൾ പറഞ്ഞ സമരത്തിൻ്റെ നമ്മൾ പാത അടച്ച് സമരം ചെയ്തു എന്നുള്ള വിഷയമാണ്. എനിക്ക് മനസ്സിലാവേണ്ടത്, നമ്മൾ 36 മണിക്കൂർ സമരം ചെയ്തു. 36 മണിക്കൂർ സമരമാണ് അവസാനിച്ചത്. 36-33 മണിക്കൂറിൻ്റെ അവസാനിച്ചു. ഇന്നലെ 10 മണിക്ക്, ഇന്നലെ 9 മണിക്ക് നമ്മൾ സമരം ആരംഭിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ മനുഷ്യാവകാശ ദിനം, ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ജനാധിപത്യ ഭരണമാണെങ്കിലും മനുഷ്യാവകാശങ്ങളൊക്കെ ധാരാളം സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം. ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ അത് തന്നെ ഞാൻ പറയട്ടെ. മനുഷ്യാവകാശ ദിനത്തിൽ ധാരാളം സമരങ്ങൾ നമ്മൾ കണ്ടല്ലോ. നമ്മുടെ സഹോദരങ്ങളായ ദളിത് പ്രസ്ഥാനങ്ങൾ നടത്തിയ വളരെ വലിയൊരു സമരം നടന്നു. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇന്നലെ വാഹനങ്ങളൊന്നും ചലിക്കാൻ കഴിയാത്ത രീതിയിൽ നിരവധി സമരങ്ങൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നടന്നു. നമ്മുടെ ആരുടെയും പ്രശ്നമല്ല. വൈകുന്നേരം വരെ നമ്മുടെ സമരസ്ഥലത്ത് ഒരു വാഹന തടസ്സമോ ഒരു കാൽനട പ്രശ്നമോ നമുക്കുണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച് പരമാവധി നമ്മൾ കൈകാര്യം ചെയ്തു. ഇപ്പോൾ ജ്യോതികുമാർ പറഞ്ഞ 8 മണിക്ക് എങ്ങനെയാണ് വിഷ്വൽസ് പരിശോധിച്ചാൽ മനസ്സിലാവും.
ഒരു സമയത്തും രാത്രി 8 മണിക്കും നമ്മൾ തടഞ്ഞില്ല. നമുക്ക് തടയോ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. രാത്രി 2 മണിയോട് അടുപ്പിച്ച് 12 മണി 2 മണിയോട് അടുപ്പിച്ച് VSSCയുടെ 2 വലിയ കൂറ്റൻ വണ്ടികൾ ട്രെയിലറുകൾ വന്നു. ആ ട്രെയിലറുകൾ വന്നപ്പോൾ ആ ട്രെയിലറുകൾ കടന്നു പോകാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ട്രെയിലർ തിരിച്ചുവിടാൻ വേണ്ടി അവിടെ വാഹനം തിരിച്ചുവിട്ടു. അതിനുശേഷം വണ്ടികൾ തോടി പോയി. 2 ദിവസം സമരം കൊണ്ട് തൊണ്ട ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ പോയി. അല്ലാതെ ഒരു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാണ് സമരം ചെയ്യേണ്ടത്. നമ്മൾ ചരിത്രം ജ്യോതികുമാറിന് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സമരം ചെയ്ത് നേടിയതാണ് ഇതെല്ലാം. ജനാധിപത്യം സമരത്തിലൂടെ ഉള്ളതാണ്. സമരം കൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് പിന്നെ ഗാന്ധി പാർക്കിൽ പോയോ രക്തസാക്ഷി മണ്ഡപത്തിൽ ചെന്നു 50 പേര് സമരം നടത്തിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ സമരം ശ്രദ്ധിക്കപ്പെടുമോ? അല്ല, സമരം ചെയ്യണം, സമരം ശ്രദ്ധിക്കപ്പെടണം, എനിക്ക് അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള റോഡിലെ ഒരു ഭാഗം പകുതിയോളം കയ്യേറിക്കൊണ്ടാണോ സമരം നടത്തുന്നത്? അത് ഓക്കെ, ഒരു ജാഥ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാഥ കടന്നു പോകുന്ന ഒരു സമയമുണ്ട്, പോട്ടെ, ഒരു മണിക്കൂർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, അതുമെങ്കിൽ പോലും അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഇത് എത്ര നേരമാണ് നിങ്ങൾ 2 ദിവസം രാപ്പകൽ 2 ദിവസം നടത്തിയ സമരത്തിന്റെ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കയ്യേറിക്കൊണ്ട് 2 ദിവസം അവിടെ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്തായിരുന്നാലും ക്യാമറ ഉണ്ട്, ക്യാമറ പരിശോധിക്കാൻ നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് നമുക്കറിയാം. ഞാൻ പറയാമല്ലോ, അവിടെ നമ്മൾ ഇന്നലെ ഉച്ചയായപ്പോൾ സോറി 2 സമരത്തിന്റെ പ്രവർത്തകർ ആ വെയിലത്ത് കുഴഞ്ഞു വീണു. നമ്മൾ മനസ്സിലാക്കണം, സമരം നടത്തിക്കൊണ്ട് 2 പ്രവർത്തകർ കുഴഞ്ഞു വീണു. എന്നിട്ട് പോലും അതിന്റെ മുകളിൽ മേൽക്കൂര ഇടാൻ പോലീസ് സമ്മതിച്ചില്ല. പ്രവർത്തകരെ 2 മുണ്ടെടുത്ത് മുകളിൽ കെട്ടിയാണ് നമ്മൾ ആ സമരം നടത്തിയത്. സമരത്തിന് പ്രത്യേക സമര കേന്ദ്രമില്ല. നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലല്ലാതെ ഒരു സമരം നടത്താൻ കഴിയില്ല. ആ സമരത്തിന്റെ ഒരു ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവിടെ വന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ ഫുട്പാത്തിനകത്ത് തടസ്സമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതിനകത്ത് സംശയം, ഞാൻ അതിനെ തർക്കിക്കുന്നൊന്നുമില്ല. അതിനകത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിയമപ്രകാരമുള്ള ശിക്ഷ വാങ്ങാൻ ഞങ്ങൾ തയ്യാറുമാണ്. അത് സമരത്തിന്റെ ഭാഗമാണ്. അതിനകത്ത് ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങൾ ഒരാൾക്ക് പോലും ഒരു തടസ്സം ഉണ്ടായിക്കാണ്. കാട് നടത്തിയ യാത്രക്കാർക്ക് കുറച്ച് തടസ്സമുണ്ടായി. ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, നമുക്കൊരു സമരം ചെയ്യാനുള്ള ഒരു ഇടമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗതാഗതവും കാൽനട യാത്രയും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ സമരവും സമ്മേളനവും പാതയോരങ്ങളിൽ നടത്തരുത്. ഇതാണ് കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ. കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഇത് ഗവൺമെന്റിന് നൽകിയിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ചൊരു ഗൈഡ് ലൈൻ ഉള്ളതാണ്. അപ്പോൾ ഗതാഗതവും കാൽനട യാത്രയും തടസ്സപ്പെടുന്ന തരത്തിൽ സമരവും സമ്മേളനവും പാടില്ല എന്ന് പബ്ലിക് ഇൻട്രസ്റ്റിൽ കേരള ഹൈക്കോടതിയോട് നിർദ്ദേശം നൽകിയിട്ട് എന്തുകൊണ്ടാണ് ഏറ്റവും ഉത്തരവാദപ്പെട്ട ഭരണാനുകൂല സംഘടനകൾ തന്നെ ഇങ്ങനെ പെരുമാറുന്നത്? ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ബിനോയ് വിശ്വമാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ മനുഷ്യാവകാശ ദിനമായിരുന്നു ഇന്നലെ എന്ന് താങ്കൾ പറഞ്ഞു. മനുഷ്യാവകാശ ദിനത്തിൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ അവകാശങ്ങളിൽ ഒന്നായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിധത്തിൽ സമരം ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഇത് കേരളത്തെ സംബന്ധിച്ചോ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോ പുതിയ കാര്യമല്ല. ഇത് എല്ലാ ദിവസവും വേണമെങ്കിൽ നടക്കുന്നു എന്ന അവസ്ഥയിലാണ്. നോക്കൂ, ഒരു റോഡ് പകുതി കെട്ടി അടച്ച് സ്റ്റേജ് കെട്ടി ഒരു ഉച്ച കഴിഞ്ഞ് മുഴുവൻ നേരവും സമ്മേളനം നടത്താം CPM എന്ന് ആ പാർട്ടി ചിന്തിക്കുന്നതും ഈ മനോനില കൊണ്ടായിരിക്കുമല്ലോ. അല്ല, ഞാൻ പറയട്ടെ, നമുക്ക് ഈ സമരം നടത്താതിരുന്ന ജനാധിപത്യം പൂർത്തിയാകുമോ? ഒരു സമരം നടത്തുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പം വഴി തടഞ്ഞു എന്നുള്ള പ്രശ്നം. വഴി തടഞ്ഞ് കുറച്ച് സമയം ഒരു ദിവസമോ 1.5 ദിവസമോ ആ ഫുട്പാത്തിനകത്ത് ഒരു 200 മീറ്ററിൽ ആലോചിക്കണം, 200 മീറ്ററിൽ ഒരാൾക്ക് കാൽനട യാത്ര തടയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നമ്മൾ വോളണ്ടിയർമാർ നിന്ന് ഒരാൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ, ഒരു കാൽനട യാത്രക്കാർ പ്രശ്നം ഉണ്ടാകാതെയാണ് പോലീസും നമ്മുടെ വോളണ്ടിയർമാരെ കൂടെ ഒന്ന് നമ്മുടെ കാൽനട യാത്രക്കാരെ സഹായിച്ച് തിരിച്ചു കൊണ്ടുപോയത്. അവിടെ അല്ലാതെ അത് പോലീസിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും സംയമനത്തോടു കൂടി മറ്റൊരു വാഹനത്തിന് അവിടെ ഒരു തടസ്സവും ഉണ്ടാകും. അതിന്റെ 10-ാം തീയതി അങ്ങനെ അല്ല. 10-ാം തീയതി അവിടെ മാത്രമായിരുന്നില്ല സമരകേന്ദ്രം. തിരുവനന്തപുരം സിറ്റി മൊത്തം സമരകേന്ദ്രമായിരുന്നു. അന്ന് ചിലപ്പോൾ ഉള്ള തടസ്സങ്ങൾ നമ്മളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ മാത്രം കുറ്റം പറയരുത് എന്നുള്ളതാണ് ജോയിന്റ് കൗൺസിലിന്റെ നിലപാട്. ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളുടെ പാർട്ടിക്കാരും ഇതുപോലെയൊക്കെയുള്ള സമരങ്ങൾ നടത്താറുണ്ട്. പ്രശ്നം ജനങ്ങൾക്ക് നേരിടുന്ന അത്യധികമായ ബുദ്ധിമുട്ടാണ്. പണ്ട് ഇതുപോലെ ആലുവയിലെ ആ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള സ്ഥലത്ത് നടത്തുന്ന സമ്മേളനങ്ങളുടെ പേരിലാണ് ആദ്യത്തെ ഹൈക്കോടതി ഇന്റർവെൻഷൻ ഉണ്ടായത്. ഇത്ര കാലമായി രാഷ്ട്രീയ കക്ഷികൾ പക്ഷേ ഒരു തരത്തിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട്, ജനങ്ങളുടെ അവകാശം എന്ന കാര്യത്തെ പരിഗണിക്കുന്നേയില്ല. അപ്പോൾ കേവലം ഇപ്പോൾ CPM-ഉം CPI-യും ആണ് അടുപ്പിച്ച് 2 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കുഴപ്പമുണ്ടാക്കിയത് ശരിയാണ് എന്നുള്ളതുകൊണ്ട് സകല കുഴപ്പവും അവർക്ക് എന്നില്ല. രാഷ്ട്രീയ കക്ഷികൾ സമ്മേളനങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുമ്പോൾ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് വില കൽപ്പിക്കണമെന്ന കാര്യത്തിൽ എന്നാണ് ഒരു സമവായം ഉണ്ടാവുക? അതിലേക്ക് വരാം. അതിനുമുമ്പ് LDF-ൽ നിന്ന് UDF-ലേക്ക് പോയ വാർഡുകളുടെ പേര് തന്നെ ഞാൻ പറയാം. കൊല്ലം ജില്ലയിലെ പാലക്കൽ വടക്ക്, ചടയമംഗലത്തെ പൂങ്കോട്, ആലപ്പുഴയിലെ അവിടെ തന്നെ നിരണം, പത്തിയൂർ വാർഡ്, തൃശ്ശൂരിലെ ആട്ടിക, തച്ചമ്പാറ, മലപ്പുറത്തെ കരുവമ്പ്രം, അത് മലപ്പുറത്ത് തന്നെ തൃക്കലങ്കോട് ഉൾപ്പെടെ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്ത വാർഡുകളുടെ പേരുകളാണ്.
വാർഡിലാണ്. ഇനി ഞാൻ താങ്കൾ ചോദിച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഇവിടെ CPIയുടെ പ്രതിനിധി അഥവാ ജോയിൻറ്റ് കൗൺസിലിൻ്റെ പ്രതിനിധി പറയുന്നത് ഞങ്ങളുടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സമരത്തിന് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടന്നു. സ്വാഭാവികമാണ്, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് നഗരപരിധിയിൽ പിന്നെ സമരം നടത്തുന്നതിന്, പ്രതിഷേധം നടത്തുന്നതിന് പോലീസിൻ്റെ ഒരു ലിഖിതമായ ഒരു നിയമമുണ്ട്. അത് 11 മണി കഴിഞ്ഞേ പാടുള്ളൂ. 11 മണി കഴിയുമ്പോൾ ഏത് ഭാഗത്തു നിന്ന് എങ്ങോട്ടേക്കാണെന്ന് മുൻകൂട്ടി അറിയിക്കണം. പോലീസിൻ്റെ അനുമതിയോടുകൂടി പ്രകടനം നടത്താം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലപ്പോഴും ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വേണ്ടതില്ല എന്ന് തീരുമാനിച്ച അവസരങ്ങളുണ്ട്. അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരം നടത്താറുമുണ്ട്. ഇവിടെ ചോദ്യം 3 ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് റോഡ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 100 മീറ്ററേ റോഡ് തടസ്സപ്പെടുത്തിയിട്ടുള്ളിൽ 50 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്ററേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ 30 മീറ്ററോ 50 മീറ്ററോ ആകട്ടെ, അവിടെ റോഡ് തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനെക്കുറിച്ച് ആരാണ് ഉത്തരം പറയേണ്ടത്? ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു 21-ൽ ഉണ്ടായിട്ടുള്ള ഗൈഡ് ലൈൻ. നമ്മളൊക്കെ പ്രകടനം നടത്താറുണ്ട്. പ്രകടനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനകത്ത് അവസാനിക്കില്ല, 1 മണിക്കൂറിലോ 1.5 മണിക്കൂറിലോ അവസാനിക്കും. അത് നേരത്തെ തന്നെ പത്രത്തിൽ വരാറുണ്ട്. അതനുസരിച്ച് ഗതാഗത നിയന്ത്രണം നടത്താറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ റോഡ് കെട്ടി അടച്ചുകൊണ്ട് ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് പിന്നെ പറയുന്നതോ, ഞാൻ ചോദിച്ച 2 പ്രസക്തമായ കാര്യങ്ങളുണ്ട്. UDF ആണ് ഈ പറയുന്നത് പോലെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നത്, തർക്കമില്ല. UDF ആലോചിച്ച് തന്നെയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ പിൻവലിക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ 2016 പറഞ്ഞിട്ട് പിൻവലിച്ചില്ലല്ലോ എന്നാണ് എൻ്റെ ചോദ്യം. അതിന് മറുപടിയല്ലോ സഖാവിന്. രണ്ടാമത്തേത്, മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് ആർക്കാ അപാകതയില്ലാത്ത, ആർക്കാ പരാതിയില്ലാത്തത്? എന്നെ കേട്ടുകൊണ്ട് DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ സർക്കാർ. സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന ഒറ്റ വാചകം കൊണ്ട് സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. അതിനുള്ള അവസരമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വാർത്ത ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഞാൻ വായിക്കാം. പണിമുടക്കിനിടെ മജിസ്ട്രേറ്റിൻ്റെ യാത്രാ തടസ്സം CIയോട് വിശദീകരണം തേടി. ഇതെവിടെയാണെന്നറിയാമോ? തിരുവനന്തപുരം. ദേശീയ പണിമുടക്കിനിടെ, ഇത് 2022 നടന്നൊരു സംഭവമാണ്, മാർച്ച് ഏപ്രിൽ അന്നാണല്ലോ ദേശീയ പണിമുടക്ക് നടന്നത്. ദേശീയ പണിമുടക്കിനിടെ യാത്ര തടസ്സപ്പെട്ട മജിസ്ട്രേറ്റ് CIയോട് വിശദീകരണം തേടി. തിരുവനന്തപുരം വഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മജിസ്ട്രേറ്റാണ് പേട്ട CIയോട് വിശദീകരണം തേടിയത്. തിരുവനന്തപുരം പേട്ട ജംഗ്ഷനിൽ വെച്ചാണ് മജിസ്ട്രേറ്റിൻ്റെ യാത്ര തടസ്സപ്പെട്ടത്. ചാക്കയിൽ നിന്ന് പേട്ടയിലേക്ക് വരികയായിരുന്ന മജിസ്ട്രേറ്റ് അവിടെ നിന്ന് മറ്റൊരു ഇടവഴിയിലൂടെ പോലീസ് വാഹനം കടത്തിവിടുകയായിരുന്നു. പിന്നീട് പേട്ട CI ഫോണിൽ ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് എന്തുകൊണ്ടാണ് തൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടായതെന്ന് വിശദീകരണം തേടി. ആ മജിസ്ട്രേറ്റ് ആവില്ല ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ ആ ജില്ലാ ജഡ്ജി ആവില്ല ഇപ്പോൾ ഉണ്ടാകുക. പക്ഷേ ആ കോടതിയുടെ മതിലിനോട് ചേർന്നാണ് അവിടെ യാത്രാ തടസ്സമുണ്ടായത്. ഒരു ദിവസം മുഴുവൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന രോഗികൾ, പിന്നെ നമ്മൾ കണ്ടതാണ്, ചാനലുകളിൽ കണ്ടതാണ്, പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ ആ കുരുക്കിൽ പെട്ടുപോയത്. അത്രയും ദൂരത്ത് ആ ഗതാഗത തടസ്സപ്പെടുത്തിയതിന് ശേഷവും കണ്ടാലറിയാവുന്ന 500 പേരുടെ പേരിൽ മാത്രം കേസെടുത്തുകൊണ്ട് പോലീസ് ഒളിച്ച് നടത്തി. അതിൻ്റെ സംഘാടകരോട് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുമതിയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ യോഗം നടത്താൻ മാത്രമാണ് അനുമതിയെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. പോലീസും പാർട്ടിയും 2 തരത്തിൽ പറയുന്നു. അപ്പോൾ ഭരണത്തിൻ്റെ ഹുങ്കിൻ്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും അതുപോലെ വളരെ പരമപ്രധാനമായ വഞ്ചൂർ കോടതിയുടെ മുമ്പിലുമൊക്കെ റോഡ് കെട്ടിയടച്ച് ഇത്തരത്തിൽ കമാനങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കി വലിയ സ്റ്റേജ് നടത്തി. അവിടെ പൊതുസമ്മേളനം കഴിഞ്ഞതിന് ശേഷം KPSCയുടെ നാടകവും നടത്തിയതിന് ശേഷമാണ് സംഘാടകർ ആ റോഡ് ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ 1.5 ദിവസം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അഭിലാഷ്, അവിടുത്തെ പ്രശ്നം നോക്കൂ. കോടതിയോട് ചേർന്ന്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കോടതിയോട് ചേർന്ന് തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ, അപ്പുറവും ഇപ്പുറവും ഒരു കേസ് പോലും എടുക്കുന്നില്ല. കേസ് എടുക്കുമ്പോൾ പോലും വിവാദമായി മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം കേസെടുക്കുന്നത് എങ്ങനെയാണ്? 500 കണ്ടാലറിയാവുന്നവരുടെ പേരിൽ. ഇന്നലെ കോടതി കുടഞ്ഞ് നാളെ CIയുടെ റിപ്പോർട്ടുമായി ഇതുമായി ബന്ധപ്പെട്ട ഫയലുമായി ചെല്ലാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് ഏരിയ സെക്രട്ടറിയുടെ പേരിൽ ഉൾപ്പെടെ കേസെടുത്തുകൊണ്ട് പിന്നെ കണ്ടാലറിയാവുന്ന 10-20 പേരുടെ പേര് വെച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. അതുവരെ ആ വേദിയിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം അത് താങ്കൾ ഇപ്പോൾ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യൂ. എത്ര ധികാരപരമായിട്ടായിരുന്നു ആ പ്രസംഗമെന്ന്, ആ സംഘാടകരുടെ നിലപാടെന്തായിരുന്നു? ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ ഇന്ന് ജില്ലാ സെക്രട്ടറി രാവിലെ പറയുന്നു ഞങ്ങൾക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയാനിടയായ സാഹചര്യം ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണെന്നേ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അവർക്കുണ്ടായ ബുദ്ധിമുട്ടിന് പരിഹരിക്കാൻ പറ്റുമോ? അവിടെ ആംബുലൻസ് ഉൾപ്പെടെ പോകുന്നതിനുണ്ടായ തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടതല്ലേ, മാതൃഭൂമി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതല്ലേ? അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഇനി പരിഹാരമുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ സമയത്താമസം മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ? എന്നിട്ട് പോലും അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന പാർട്ടി നേതൃത്വം അവസാനം ഹൈക്കോടതി ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വഞ്ചൂർ കോടതി അവിടെ ഉണ്ടായിട്ടും അതിനകത്ത് കോടതിയോ ഒരു അഭിഭാഷകനോ പോലും
അതിനകത്ത് ഇടപെടാൻ തയ്യാറായില്ല, പോലീസ് ഇടപെടാൻ തയ്യാറായില്ല. ഇവരൊക്കെ നോക്കുകുത്തികളായി നിൽക്കുമ്പോഴാണ് ഹൈക്കോടതി തന്നെ ഇതിന് ഇടപെടേണ്ടി വന്നത് എന്നതും നമ്മളെ സംബന്ധിച്ച് ദുഃഖകരമായ വസ്തുതയാണ്. ശരി, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ശ്രീ ജയരാജ്? നോക്കൂ, ജനങ്ങളെ ഇങ്ങനെ ഈ തരത്തിലാണോ, ജനങ്ങളെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന മൗലികമായ വിഷയം അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ ദിവസം രാവിലെ ഒരു 11 മണിയോടുകൂടി ഓഫീസിലേക്ക് വരികയാണ്. ഉപ്പിടാമൂട് പാലത്തിൻ്റെ അവിടെ മുതൽ ബ്ലോക്കാണ്, വാഹനങ്ങൾ പതുക്കെയാണ് വരുന്നത്. 15 മിനിറ്റ് എടുത്തു ആ ഒരു 200-300 മീറ്റർ പിന്നിടാൻ, അല്ലെങ്കിൽ ഒരു 500 മീറ്റർ പിന്നിടാൻ കൂട്ടിക്കോളൂ. 15 മിനിറ്റിലധികം എടുത്തു. ഒരു ഭാഗത്തെ റോഡ് മുഴുവൻ കൊട്ടിയടച്ചിരിക്കുകയാണ്. അന്നേരം അവിടെ പണി നടക്കുന്നേ ഉള്ളൂ, സ്റ്റേജിന്റെ പണി നടക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു, ഇതെന്താണ് റോഡിന്റെ നടുക്ക് സ്റ്റേജ് ഉണ്ടാക്കുകയോ ഇനി തിരുവനന്തപുരത്ത് എങ്ങനെയാണോ എന്ന് അത്ഭുതപ്പെട്ട് ഞാൻ ഓഫീസിലേക്ക് വരുന്നു. തിരികെ രാത്രി ഞാൻ ഈ ഷോയൊക്കെ കഴിഞ്ഞ് തിരികെ പോവാണ്. അപ്പോൾ തിരികെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നടക്കണം അവിടെ. ഞാൻ ഇറങ്ങി 2 മിനിറ്റ് കണ്ടിട്ടാണ് പോയത് നാടകം. നോക്കൂ, ഒരു ദിവസം മുഴുവൻ തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ നടുക്ക് സ്റ്റേജ് പണിതിട്ട് അവിടെ നാടകം, കലാപരിപാടി, പ്രസംഗം. അവിടെ എന്താണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചത്? ഇപ്പോൾ ജില്ലാ സെക്രട്ടറി മാപ്പൊക്കെ പറയുന്നുണ്ട്. മാതൃഭൂമിയും മലയാള മനോരമയും ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പാർട്ടിക്കെതിരെ പറയുകയാണത്രേ. റോഡിന്റെ നടുക്ക്, ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ നെഞ്ചത്ത് സ്റ്റേജ് കെട്ടി പരിപാടി നടത്തിയത് മാധ്യമങ്ങൾ എന്തോ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്നിട്ട് മാധ്യമങ്ങൾ വെറുതെ കുറ്റം പറയാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്. ജനങ്ങൾ ഇത് അനുഭവിക്കുകയല്ലേ, തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇത് അനുഭവിക്കുന്നു, മറ്റുള്ള ആളുകൾ കാണുന്നു. ഈ ജനങ്ങളുടെ അനുഭവത്തെ അല്ലേ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, തെരഞ്ഞെടുപ്പിലാണെങ്കിലും മറ്റെന്തെങ്കിലും. ഈ അനുഭവമുള്ള ജനം അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്യുമെന്നൊക്കെ അവകാശപ്പെടാൻ ആഗ്രഹിക്കാനും കഴിയുമോ? അഭിലാഷ്, എനിക്കിത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, പണ്ട് നമ്മുടെ ഹസൻ ഗാന്ധി ഒരു സമരം നടത്തി ഗാന്ധി പാർക്കിൻ്റെ അവിടെ നിന്ന്. ഹർത്താലുകളും സമരങ്ങളും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. ആ ഹസൻ ഗാന്ധിയുടെ സമരം തീർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ സമരം അങ്ങ് തുടങ്ങി. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരം തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ അത് ആരാണ് പിന്നീട് ഏറ്റെടുക്കുന്നതെന്നും എന്തെല്ലാം അക്രമ സമരങ്ങളും റോഡിലുണ്ടാക്കുന്നതെന്നും ആളുകൾ, വഴിയെ പോകുന്ന ആളുകൾ വരെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് തന്നെ ഇഷ്ടംപോലെ കേസസ് ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണോ ഇത്തരത്തിലുള്ള സമരങ്ങളും കൊണ്ട് റോഡ് തടസ്സപ്പെടുത്തുന്നത്? ഒരു കാര്യം നോക്കൂ, എത്ര പള്ളിപ്പെരുന്നാളുകൾ, എത്ര ഉറൂസുകൾ, എന്തിനാ ആറ്റുകാൽ പൊങ്കാല, സിറ്റി അണ്ടർ സീജാണ് 2 ദിവസം. ആർക്കും ഒന്നും പറയാനില്ലേ? അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം ആർക്കും ഇല്ലേ? അല്ലാത്തവർക്ക് ആർക്ക് സഞ്ചരിക്കണ്ടേ? അതിനൊക്കെ കുതിരയെടുപ്പ്, റോഡ് മൊത്തം നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൊല്ലം വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഉത്സവ സമയത്ത് അഭിലാഷ്, എത്ര ഇഴഞ്ഞു പോകണമെന്നറിയോ കൊല്ലം വരെ എത്തണമെങ്കിൽ? അവിടെ എല്ലാ അമ്പലങ്ങളുടെ, ക്ഷേത്രങ്ങളുടെ നാഷണൽ ഹൈവേ കൂടെയാണ് പോകുന്നത്. വലിയ വണ്ടിക്കുതിരകൾ, എടുപ്പ് കുതിരകൾ, ഇതെല്ലാം. ഇതിനൊന്നും ആർക്കും പ്രതികരിക്കാനില്ലേ? അതുപോലെ പള്ളി പെരുന്നാളുകൾ, എത്രയധികം പള്ളി പെരുന്നാളുകൾ. ഇത് നിർത്തണമെങ്കിൽ എല്ലാം നിർത്തണമെന്നേ, അല്ലാതെ രാഷ്ട്രീയക്കാർ മാത്രം ചെയ്യുന്ന കുഴപ്പം ബാക്കിയെല്ലാം അനുവദനീയമാണ്, ബാക്കിയെല്ലാം ആചാരമാണ് എന്നൊന്നും പറയുന്നത് ന്യായമില്ലെന്നേ. ഇത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമരങ്ങളാണ്. അടച്ചു വെച്ചിട്ട് ഇത് പള്ളിപ്പെരുന്നാളിന് തുല്യമാണ്, ഇത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുല്യമാണെന്നൊക്കെ പറയുന്ന പാർട്ടി നേതാവിനോട് എന്താ പറയേണ്ടത്? ഈ പറഞ്ഞ ഇപ്പോ മറ്റ് ഉത്സവങ്ങൾ കൊണ്ടും പെരുന്നാൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷെ പക്ഷെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ എല്ലാ കൊല്ലം നടക്കുന്നതാണല്ലോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു റോഡിന്റെ നടുക്ക് സമ്പൂർണ്ണമായ ഒരു സ്റ്റേജ് കിട്ടി അത് ബ്ലോക്ക് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുഞ്ഞു സ്റ്റേജുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ, ചെറിയ ബൂത്തുകളൊക്കെ ഈ റോഡിന്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റോഡിന്റെ ഒത്ത നടുക്കൊരു സംഭവം ഉണ്ടാക്കാറുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ തവണ തന്നെ കണ്ടില്ലേ, രാജഭരണമൊക്കെ അവസാനിച്ചിട്ടോ ഇപ്പോഴും റാണിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരും അവരുടെ മകനും എല്ലാം കൂടെ രഥത്തിൽ യാത്ര ചെയ്ത് എന്തെല്ലാം ബ്ലോക്കാണ് ഉണ്ടാക്കിയത്? ആരെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു? നിങ്ങൾ വിഷയത്തിലേക്ക്, പാർട്ടിയുടെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് ആ ഒരു വിഷയം മാത്രമല്ല, 2 ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ചേർന്നതാണോ? ായി പോയി. ബാക്കി എല്ലാം ആചാരമാണെന്നൊക്കെ പറയുന്ന ന്യായം കോടതി റോഡ് കയറിയിട്ടുള്ള എല്ലാ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള മാനദണ്ഡം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ ബാധകം. ഗതാഗതവും കാൽനട യാത്രയും തടഞ്ഞുകൊണ്ടുള്ള പൊതുപരിപാടികൾ പാടില്ല. അക്കാര്യത്തിൽ മാനദണ്ഡം വേണം, അക്കാര്യത്തിൽ ഗൈഡ് ലൈൻ വേണം, അക്കാര്യത്തിൽ ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം പാർട്ടികൾക്കോ മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണോ? നടപ്പാക്കണമെന്നേ. ജനങ്ങളുടെ ചെലവിലാണോ ഇത്? ജനങ്ങൾക്ക് എന്തൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടാവും? സഞ്ചാര സ്വാതന്ത്ര്യം മൗലികാവകാശമല്ലേ, ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമല്ലേ? അവിടെയല്ലേ ഇപ്പോൾ അവര് ചെയ്യുന്നുണ്ട്, പിന്നെ ഞങ്ങൾ ചെയ്താൽ എന്താ കുഴപ്പമെന്നുള്ളത് ഒരു ന്യായമാണോ? അങ്ങനെയല്ല അവർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്യുന്നത്. ഞാൻ കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എല്ലാവരും റോഡിൽ തന്നെയാണ് സമരം ചെയ്യുന്നത്, റോഡ് കയ്യേറി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതും.
സമരങ്ങൾ ആദ്യമേ ഒരു സൈഡിലൂടെ പോവുകയും പിന്നെ റോഡ് കയ്യേറുകയൊക്കെ ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമാണ്. സമരം ചെയ്യാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ 2 ദിവസം വഞ്ചൂർ പോലെയുള്ള പരമപ്രധാനമായ റോഡ് കെട്ടിയടച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു പാർട്ടിയെ കാണിച്ചു തരാമോ? എവിടെയെങ്കിലും റോഡിന് വേണ്ടി ഇവിടെ സമരം ചെയ്താണ്. റോഡിൽ അവർണ്ണന് നടക്കാൻ വേണ്ടി റോഡിലൂടെ സമരം ഈ സമരങ്ങളെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോ സമരം ചെയ്യേണ്ടി വരും. അങ്ങേക്ക് എന്തോ പറയാനുണ്ട്? എനിക്ക് തോന്നുന്നത് ജയരാജ് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഈ വിഷയത്തിലെ ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും ഒന്നിച്ച് പരിഗണിക്കണം. ഈ സമരങ്ങളെയും റോഡ് തടഞ്ഞുള്ള പ്രയാസങ്ങളെയും എല്ലാം ഒന്നിച്ച് നമുക്കെല്ലാം വിടാതിരിക്കാം. ഒരു സമരവും വേണ്ട, ഒരു ഉത്സവവും വേണ്ട, നമുക്ക് ഒരു സാമൂഹ്യ പ്രക്രിയയിൽ ഇടപെടണ്ട. നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. ഒറ്റ ചോദ്യം. ഇവിടെ ആറ്റുകാൽ പൊങ്കൽ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വഞ്ചൂരിൽ ഞാൻ പറയട്ടെ, ഇവിടെ വഞ്ചൂരിൽ ഏരിയ സമ്മേളനം നടത്തുന്നു. വഞ്ചൂരിൽ ഏരിയ സമ്മേളനം നടത്താൻ ഞാൻ താങ്കൾക്ക് യുദ്ധമായ സ്ഥലം കാണിച്ചു തരാം. റോഡ് തടസ്സപ്പെടുത്താതെ. പാറ്റൂരിലേക്ക് പോകുന്ന വഴി ഇടത് സൈഡിൽ എത്രയോ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇത്തരത്തിൽ കിട്ടുന്നുണ്ട്. പാർട്ടി വിചാരിച്ചാൽ കിട്ടില്ലേ? അപ്പൊ റോഡ് തടഞ്ഞ് റോഡ് പരിപൂർണമായും ഗതാഗതം തടസ്സപ്പെടുത്തിയേ ചെയ്യൂ എന്ന വാശി, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെ സ്വകാര്യ വസ്തു കിട്ടില്ലേ? അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമില്ലേ? ഒരു സ്റ്റേജ് കെട്ടിയിട്ടില്ലേ? പഞ്ചൂർ പരിപാടി നടക്കാറില്ലേ? സെക്രട്ടറിയുടെ മുമ്പിൽ പരിപാടി നടക്കാറില്ലേ? ഇവിടെ അതല്ല. അധികാരമുണ്ട് എന്നതിന്റെ പേരിൽ റോഡ് കെട്ടിയടച്ച് തന്നെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടി. അതുകൊണ്ടാണ് പബ്ലിക്കും അതുപോലെ തന്നെ കോടതിയും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കോടതി നാളെ ചെവിക്ക് പിടിച്ചുകൊണ്ട് സിഐയോടൊപ്പം നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. ശരി. അല്ല, അവിടെ നോക്കൂ, ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ, ഇപ്പോൾ വഞ്ചൂരിലെ CPM സമ്മേളനം വലിയ തോതിൽ വിവാദമായി, അത് വലിയ ചർച്ചകൾക്ക് പാത്രമായി, കോടതികളുടെ മുമ്പിലെത്തി. ഈ വാർത്തകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ നിങ്ങൾ 36 മണിക്കൂർ ഇങ്ങനെ ഒരു സമരം ചെയ്യുന്നത്. ജോയിന്റ് കൗൺസിൽ സമരം ചെയ്യുന്നതിനെ അല്ല പറയുന്നത് കേട്ടോ. സമരം ചെയ്യണം, നിങ്ങൾ നിരന്തരം സമരം ചെയ്യണം. സമരം ചെയ്ത് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയായി മാറിയത്, സമരത്തോടല്ല. പക്ഷേ ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ച് 36 മണിക്കൂർ തിരുവനന്തപുരത്തെ ഏറ്റവും സുപ്രധാനമായ വീതിയിലെ പകുതി സ്ഥലം അപഹരിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരുന്നോ സമരം ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ആ സമരം തീരുമാനിക്കുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവാതിരുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ സെക്രട്ടേറിയറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാരിനെതിരെ ഒരു സമരം നടത്തുമ്പോൾ നമുക്ക് പുത്തരിക്കണ്ട മൈതാനത്തെ കൊണ്ട് സമരം നടത്താൻ കഴിയില്ല. ആലോചിക്കണം, നമുക്ക് ഒരു സമരം നടത്തുമ്പോൾ സ്വാഭാവികമായി ആ സമരം നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലോ അല്ലെങ്കിൽ രാജ്ഭവന്റെ മുന്നിലോ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു സമരകേന്ദ്രം നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇല്ല. അപ്പോൾ സ്വാഭാവികമായി അത്തരം ഒരു സമരത്തിലേക്ക് പോകും. അവിടെ നമ്മൾ പരമാവധി പൊതുജനത്തിന് ശല്യം ഉണ്ടാകാതെ, വാഹന ഗതാഗതം തടയാതെ, അവിടെ യാത്രകളെ തടസ്സപ്പെടുത്താതെയാണ് സമരം ചെയ്യുന്നത്. ഉറപ്പുണ്ട്, അതിനകത്തൊരു സംശയമില്ല. പോലീസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ അറിയാം. പോലീസ് റിപ്പോർട്ടും അവിടുത്തെ TV പിന്നെ ക്യാമറകൾ പരിശോധിച്ചാൽ അറിയാം. നമ്മൾ നടത്തിയ സമരം പരമാവധി ഒരു മനുഷ്യർ പോലും തടസ്സം ഉണ്ടാകാതെയാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. പക്ഷേ അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മാർഗ്ഗനിർദ്ദേശം, കോടതിയുടെ ഏതെങ്കിലും മാർഗ്ഗനിർദ്ദേശം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായ ഒരു കേസുണ്ടാവും. ആ കേസിനകത്തുള്ള ശിക്ഷ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നു. അത് ഞാൻ തർക്കിക്കുന്നില്ല. നമ്മൾ ഇത്തരം സമരങ്ങൾ പിന്നെ എവിടെ ചെയ്യും? ഇത് ജനാധിപത്യ രാജ്യത്തിൽ ഈ സമരങ്ങൾ ചെയ്യാൻ അവകാശം ഇല്ലാതാകില്ലേ? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം വേണ്ടേ? ശരി. ടി.പി. ജയേന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് ഏത് ഘട്ടത്തിൽ തോന്നിയിട്ടുള്ളത്. പണ്ടൊരിക്കൽ ഒരു 2-2.5 പതിറ്റാണ്ട് മുമ്പ് BJP തലസ്ഥാനത്തൊരു സമരം നടത്തി വലിയ അക്രമം ഉണ്ടായത് BJPയെ സംബന്ധിച്ച് ഉണ്ടാക്കിയ തിരിച്ചടി, BJPക്ക് എല്ലാ കാലത്തും ശക്തികേന്ദ്രമായിരുന്ന തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 10 പതിറ്റാണ്ടിനെങ്കിലും സമയം എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ CPM ആണ്, വഞ്ചൂർ പോലെ അവർക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സമരം നടത്തി ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുകയും അവമതിപ്പുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ കക്ഷികൾക്ക് പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ്, താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോട് വ്യക്തിപരമായി 100% യോജിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങളുള്ള മനോഭാവം രാഷ്ട്രീയ പാർട്ടികളുടേത് മാറേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ അത്തരം മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. നോക്കൂ, ഉദാഹരണം തെരഞ്ഞെടുപ്പ്. കണ്ടവൻ്റെ മുഴുവൻ സ്ഥലത്ത് പോസ്റ്റർ ഒട്ടിക്കുന്നത് അവകാശമാണ് എന്ന് കരുതിയിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി തന്നെ ഉള്ളൊരു വ്യക്തിയാണ് ഞാനും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം കുറേയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചു. ഇത്തരം മാറ്റം വരുത്താനുള്ള നേതൃത്വം കൊടുക്കേണ്ടത് ഭരണകൂടങ്ങളും അതിന് സംവിധാനങ്ങളുമാണ്. നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന ജോയിൻറ്റ് കൗൺസിലിൻ്റെ വ്യക്തി തന്നെ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. കക്ഷത്തിലുള്ളത് പോവുകയുമരുത്, ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം. അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പ്രയോഗിച്ച ഒരു പദം എന്താണ്? ഇടതുപക്ഷ നയം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരായി സമരം ചെയ്യുന്നത്. ഒന്ന് അദ്ദേഹത്തിന് അറിയാം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത
കൂടെയുള്ള തൻ്റെ അനുയായികളെ പിടിച്ചു നിർത്താനുള്ള ഒരു കേവലം തട്ടിപ്പ് മാത്രമാണ് അദ്ദേഹം നടത്തുന്നത്. ഇടതുപക്ഷ നയം നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിനോട് ഇടതുകക്ഷിയുടെ നേതാവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമരം. രണ്ടാമത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇക്കാര്യത്തിൽ കഴിയുന്നത് ഈ സമരം ചെയ്തത് BJP ആയിരുന്നെങ്കിൽ കേരള പോലീസ് അനുവദിക്കുമെന്ന് അഭിലാഷ് വിശ്വസിക്കുന്നോ? അഭിലാഷ് ഇവിടെ മാത്രമല്ല, ഇത് നോക്കൂ, അങ്ങ് കണ്ണൂരിൽ ഒരു KSRTC ബസ് റോഡിൽ പണിയാൻ ഉദ്ദേശിച്ച ഈ ഇതിൻ്റെ ഇരുമ്പ് പൈപ്പ് തട്ടിയിട്ട് അപകടം നിർത്തുകയും KSRTCക്ക് ഉണ്ടായ നഷ്ടം എത്ര വലുതാണ്? എന്ത് നടപടിയാണ് കേരള പോലീസ് എടുത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇടതുമുന്നണിയുടെ പോലീസ് അല്ലായിരുന്നുവെങ്കിൽ ശരി, ഈ റോട്ടിൽ ഇങ്ങനെ ഒരു കെട്ടാനും തടയാനും ധൈര്യമുണ്ടാകുമായിരുന്നോ? അവിടെ പോലീസിനെ കിട്ടുമെന്ന ഉറപ്പിലല്ലേ? ഇപ്പൊ തന്നെ എന്താ ഉണ്ടായത്? തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകർ കൃത്യമായിട്ട് ഒരു കോടതി നടപടിയുടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ അറിയാം ഇവർക്ക്, കാരണം ഇതൊരിക്കലും നടപടിയെടുക്കാമാകുന്നില്ല. അതുകൊണ്ട് അഭിലാഷോട് 100% ഞാൻ യോജിക്കുന്നു. പൊതുജനങ്ങളോടുള്ള യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര രീതിയോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മനോഭാവം മാറണം. പക്ഷേ അതൊരു സുപ്രഭാതം കൊണ്ട് നടക്കുന്ന വിശ്വാസം എനിക്കില്ല. അതിന് പ്രേരിപ്പിക്കേണ്ടത് പോലീസും ഭരണകൂടവുമാണ്. അവിടെ ഈ ധൈര്യത്തിലാണ് ജോയിന്റ് കൗൺസിൽ ഇപ്പോൾ ഈ സമരത്തിനും ഈ നേതൃത്വം കൊടുക്കുന്നത്. സുജേന്ദ്രൻ കലിക്കല, അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഭരണത്തിന്റെ തണലിലാണ്, നിങ്ങൾ ഭരണപക്ഷ സംഘടനയാണ്, ഭരണത്തിന്റെ ഒത്താശയിലാണ് ഈ തോന്നിയാസമൊക്കെ കാണിക്കുന്നത് എന്നൊരു പോയിന്റ് അതിലുണ്ട്. അതൊരിക്കലുമില്ല. പോലീസ് നമ്മളോട് അങ്ങനെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന പോലീസ് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്വാഭാവികമായി നമ്മുടെ സർക്കാർ സർവീസിനകത്ത് തന്നെ CPM-ന് പ്രത്യേക യൂണിയനും പ്രത്യേക സംഘടനയുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-യുടെ ഒരു പ്രോ CPI സംഘടനയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ പോലീസ് ആരപക്ഷം നിൽക്കുമോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് യാഥാർത്ഥ്യം നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ആരുടെയും സംരക്ഷണം കിട്ടിയിട്ടൊന്നുമല്ല. ആ പോലീസിന് തന്നെ ബോധ്യപ്പെട്ടു നമ്മൾ വളരെ മാന്യമായി, വളരെ സമാധാനപരമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തടസ്സമുണ്ടായെങ്കിൽ തന്നെയും വളരെ മാന്യമായി സമാധാനപരമായിട്ടാണ് അവിടെ സമരം ചെയ്യുന്നത്. അതിനെ തടസ്സപ്പെടുത്തേണ്ട ഒരു പ്രത്യേക സിറ്റുവേഷൻ ഇല്ല എന്നുള്ള അവരെന്തിനും വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മേൽക്കൂര ഇടരുത് എന്ന് പറഞ്ഞു. മേൽക്കൂര ഇടാത്തതുകൊണ്ടാണ് നമ്മുടെ 2 പ്രവർത്തകർ കുഴഞ്ഞു വീണത്. അപ്പോഴാണ് നമ്മുടെ പ്രവർത്തകർ സ്വന്തം മുണ്ട്, സ്വന്തം ഉടുതുണി എടുത്തു. അനുവദിക്കുമോ അഭിലാഷേ പോലീസ്? അറിയില്ല, പോലീസ് പറയേണ്ട കാര്യമാണ്. എന്തായാലും എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് ഇതൊന്നും. സമരം നടത്തണം, സമ്മേളനം നടത്തണം, നാടകം നടത്തണം, സാംസ്കാരിക പരിപാടികൾ നടത്തണം, എല്ലാം വേണം. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ സജീവമായി സക്രിയമായി ഇടപെടണം. പക്ഷേ അതൊന്നും ജനങ്ങളുടെ ഗതാഗതവും സഞ്ചാര സ്വാതന്ത്ര്യവും തടഞ്ഞുകൊണ്ടാവരുത് എന്നിടത്ത് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നന്ദി. എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.